മദ്യപാന രോഗിയാണ് ദൈവത്തിന്റെ കരുണ ഞാനൊരു മദ്യപാന രോഗിയാണ് ദൈവത്തിന്റെ കരുണയാലും എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്തിൽ ഇന്ന ദിവസം മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് ഷിബു. ഇന്നത്തെ മീറ്റിംഗിലേക്ക് കടന്നു വന്നിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയണം. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ബില്ലിന്റെ കഥയുടെ ഏകദേശം 6 പേജോളം നമ്മൾ കവർ ചെയ്തു. എന്തുകൊണ്ട് ബില്ലിന്റെ കഥ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് വെച്ചാൽ, ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാള് അദ്ദേഹത്തിന്റെ ജീവിതം തുടങ്ങിയതും ചൈൽഡ്ഹുഡ് ഒക്കെ പറയുന്നുണ്ട്. അതായത് ചെറുപ്പം, മിലിറ്ററിയിൽ പോയത്, അതിനുശേഷം ധാരാളം പണം സമ്പാദിച്ചത്, പിന്നീട് അതെല്ലാം മദ്യം എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ മദ്യപാനം അല്ലെങ്കിൽ മദ്യാസക്തി എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് നശിക്കുന്നതും, ഒരുപാട് പ്രോമിസുകൾ ബൈബിൾ, അദ്ദേഹത്തിന്റെ കുടുംബ ബൈബിളിൽ എഴുതി വെച്ചിട്ട് പോലും അദ്ദേഹത്തിന് അതൊന്നും പാലിക്കാൻ സാധിക്കുന്നില്ല എന്നും, ചുരുക്കത്തിൽ അത് വിൽ പവർ കൊണ്ട് സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെന്നുള്ള ഒരു ചിത്രം വായനക്കാരിലേക്ക് നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു ആൽക്കഹോളിക് സമ്പാദിച്ച ഒരാള് വായിക്കുമ്പോൾ അയാളിലേക്ക് നൽകിക്കൊണ്ടാണ് അദ്ദേഹം പിന്നീട് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവും. അതായത് 1929 സാമ്പത്തിക മാന്ദ്യം സംഭവിക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ഒരുപാട് പേര് ആ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി താഴത്തേക്ക് ചാടുമ്പോഴും അടുത്ത ബാറിലേക്ക് ഓടി ഞാനിതെല്ലാം ഓവർകം ചെയ്യുമെന്നുള്ള ആ മൂഢവിശ്വാസത്തിൽ അദ്ദേഹം നിന്നു. പിന്നീട് അദ്ദേഹം കാനഡയിലുള്ള മറ്റൊരു ഈ സാമ്പത്തിക മാന്ദ്യത്തില് നശിക്കാത്ത മറ്റൊരു കമ്പനിയിലേക്ക് അയാൾ ജോലിക്കായി ചെന്നു. പക്ഷെ മദ്യം വീണ്ടും അയാളെ അവിടെ ആ കൂട്ടുകാരൻ അയാളെ പറഞ്ഞു വിടേണ്ട അവസ്ഥയിലേക്ക് വന്നു. പിന്നീട് അനേകം സുഹൃത്തുക്കളുമായിട്ട് ഒരു കമ്പനി രൂപീകരിച്ച് വീണ്ടും അദ്ദേഹം പല കാര്യങ്ങളും നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് അദ്ദേഹത്തിന് മദ്യം മൂലം അവിടെ നിന്ന് ലെറ്റർ വരുന്നുണ്ട്, നിങ്ങളുമായിട്ടുള്ള ബിസിനസ് ബന്ധങ്ങൾ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതിനിടയിൽ അദ്ദേഹത്തിന്റെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട്. 40 പൗണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ 40 പൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കിലോ കണക്കിൽ നോക്കുകയാണെങ്കിൽ 20 കിലോയോളം അദ്ദേഹം കുറയുന്നുണ്ട്. അതായത് ബിൽ ഡബ്ല്യുവിന്റെ നമുക്ക് ഫോട്ടോയിലൊക്കെ കണ്ടറിയാം, ഒരൊത്ത മനുഷ്യനാണ്, നല്ല പൊക്കമുള്ള. പക്ഷെ അദ്ദേഹം അവസാനം ഭക്ഷണം കഴിക്കാതെ 40 പൗണ്ട് എന്ന് വെച്ചാൽ ഏകദേശം 20 കിലോ വരെ എത്തി എന്നുള്ള ഭാഗത്താണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. നമുക്ക് അടുത്ത ഭാഗം വായിച്ചുകൊണ്ട് ഇന്നത്തെ മീറ്റിംഗ് ആരംഭിക്കാം. അപ്പൊ ആരാ വായിക്കുന്നത്? നമുക്ക് ഓരോരുത്തർക്കും പറ്റുന്നവർ വായിക്കാം. റോമിലാണ് എല്ലാ പ്രാവശ്യം വായിക്കുന്നത്. ഇപ്പൊ റോമിൽ തുടങ്ങുക. ഓക്കെ, പേജ് നമ്പർ 7. എന്റെ അളിയൻ ഒരു ഡോക്ടറാണ്. എന്റെ അളിയൻ ഒരു ഡോക്ടറാണ്. അയാളുടെയും എന്റെ അമ്മയുടെയും കാരണത്താൽ മാനസികമായും ശാരീരികമായും അമിത മദ്യപാന രോഗികളെ പുനരധിവസിപ്പിക്കുന്നതിൽ ദേശീയ പ്രസിദ്ധി നേടിയ ഒരാശുപത്രിയിൽ ഞാൻ പ്രവേശിക്കപ്പെട്ടു. അമൃത സഞ്ജീവനി ചികിത്സയിലൂടെ എൻ്റെ തലച്ചോറ് ശുദ്ധീകരിക്കപ്പെട്ടു. ഹൈഡ്രോതെറാപ്പിയിലും രോഗചികിത്സയിൽ ജലം ശാസ്ത്രീയമായി ഉപയോഗിച്ചുകൊണ്ടുള്ള രീതി, ലഘുവ്യായാമവും വളരെ സഹായകമായി. എല്ലാറ്റിലുമുപരി തർക്കമറ്റ നിലയിൽ സ്വാർത്ഥനും വിഡ്ഢിയുമായിരുന്ന ഞാൻ ശാരീരികമായും മാനസികമായും അപകടകരമായ തോതിൽ രോഗമുള്ളവനായി കഴിഞ്ഞിരുന്നു എന്നെനിക്ക് വിശദീകരിച്ചു തന്ന ദയാലുവായ ഡോക്ടറെ ഞാൻ കണ്ടുമുട്ടി. മറ്റു കാര്യങ്ങളിൽ ശക്തമായി തന്നെ നിലനിൽക്കാറുള്ള അമിത മദ്യപാന രോഗികളുടെ ഓരോ പാരഗ്രാഫ് പോവാം. നമ്മുടെ അതിനകത്ത് അതായിരിക്കും എളുപ്പം. എനിക്ക് എല്ലാം കൂടി ഓർമ്മിക്കാനുള്ള ശക്തിയില്ല. ഓക്കെ, എന്റെ അളിയൻ ഒരു ഡോക്ടറാണ്. അപ്പൊ നമുക്കറിയാം, ബിൽ ഡബ്ല്യുവിന്റെ അളിയൻ ഡോക്ടർ ലെയ്നോർഡ് ബി സ്ട്രോങ്. നമ്മൾ പലപ്പോഴും റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ അത്താഴ വിരുന്നിനെ പറ്റിയൊക്കെ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെപ്പറ്റി ചരിത്ര വിദ്യാർത്ഥികൾ അതിനെപ്പറ്റിയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനിലേക്ക് ബിൽ ഡബ്ല്യുവിനെ എത്തിക്കുന്ന കണ്ണിയാണ് ഇദ്ദേഹത്തിന്റെ അളിയനായ ഡോക്ടർ ലെയ്നോർഡ് സ്ട്രോങ്. കാരണം ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന്റെ ഒപ്പം പഠിച്ച ഒരു പെൺകുട്ടിയുടെ അങ്കിളാണ് വില്ലാർഡ് റിച്ചാർഡ്സൺ. ഈ വില്ലാർഡ് റിച്ചാർഡ്സൺ എന്ന് പറഞ്ഞത് ഒരു പുരോഹിതനാണ്. ഈ പുരോഹിതനാണ് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ, അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ധനികനായ ചാരിറ്റി പ്രവർത്തകൻ കൂടിയായ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ സ്ഥാപകനായ റോക്ക്ഫെല്ലർ ജൂനിയറിന്റെ സുഹൃത്താണ് ഈ വില്ലാർഡ് റിച്ചാർഡ്സൺ എന്ന് ഈ ഡോക്ടർക്ക് അറിയാമായിരുന്നു. അത് തന്റെ സഹപാഠിയുടെ അങ്കിളാണെന്ന് നമ്മുടെ ഈ ഡോക്ടർക്ക് അറിയാമായിരുന്നു. ഈ ഡോക്ടറാണ് ബിൽ ഡബ്ല്യുവിന്റെ അളിയൻ, അതായത് നമ്മുടെ സഹസ്ഥാപകനായ, ആൽക്കോളിക്സ് ആൻഡ് സഹസ്ഥാപകനായ ബിൽ ഡബ്ല്യുവിന്റെ അളിയൻ. ഇദ്ദേഹം വഴിയാണ് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനിലേക്കുള്ള കണക്ഷൻ കിട്ടുന്നത്, ബന്ധം കിട്ടുന്നത്. പിന്നെ ഇദ്ദേഹം അളിയൻ എന്ന് പറയുമ്പോൾ ബിൽ ഡബ്ല്യുവിന്റെ സിസ്റ്ററായ ദൊറോത്തിയുടെ ഹസ്ബൻഡാണ്.
നമുക്കറിയാം BW അച്ഛനും ഒരു ഡോക്ടറാണ്, ഡോക്ടർ ചാൾസ് സ്ട്രോബൽ എന്നാണ് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര്. അപ്പോ ഇദ്ദേഹമാണ് പലപ്പോഴും നമ്മുടെ BW സഹായിക്കാൻ വരാറുണ്ടായിരുന്നത്. മദ്യം കഴിച്ച് അമിതമായി കഴിയുമ്പോൾ അദ്ദേഹത്തിന് ആരും കേൾക്കാതാവുമ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാവശ്യം സന്ദർശിച്ചിരുന്ന ഒരാളാണ് ഡോക്ടർ ലെനോർഡ്, അല്ലെങ്കിൽ അളിയന്റെ അടുത്ത് പോയി എല്ലാ കാര്യങ്ങളും പറയും. അപ്പൊ അളിയൻ മിണ്ടാതിരുന്ന് കേട്ടോളും. അപ്പം അയാളുടെയും എൻ്റെ അമ്മയുടെയും കാരുണ്യത്താൽ മാനസികമായും ശാരീരികമായും അമിത മദ്യപാന രോഗികൾ പുനരധിവസിക്കപ്പെടുന്ന ദേശീയ പ്രസിദ്ധി നേടിയ ഒരു ആശുപത്രിയിൽ ഞാൻ പ്രവേശിക്കപ്പെട്ടു. നമുക്കറിയാം ആ ആശുപത്രിയുടെ പേര് ടൗൺസ് ഹോസ്പിറ്റൽ എന്നാണ്. ചാൾസ് ബി ടൗൺസ് എന്ന് പറയുന്ന 1862 മുതൽ 1947 വരെ ജീവിച്ചിരുന്ന അദ്ദേഹമാണ് ഈ ആശുപത്രി സ്ഥാപിക്കുന്നത്. ആശുപത്രി 1901 മുതൽ ആണ് ഒരു ആശുപത്രിയുടെ ഫോം ഉണ്ടായത്. 50 ബെഡുള്ള ആശുപത്രിയാണ്. അവിടെ അന്നത്തെ കാലത്ത് ഈ ഡ്രഗും മദ്യപാനവും ഒക്കെ ആയിട്ട് ചികിത്സിക്കുന്നവർക്ക് അന്നത്തെ കാലത്ത് $200, $350, $350 എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് ഒരു $35,000 അല്ലെങ്കിൽ $40,000 മുകളിൽ പോകുന്ന ഒരു തുക കൊടുത്തിട്ട് വേണം ഒന്ന് അവിടെ ചികിത്സിക്കാൻ. അപ്പൊ ചാൾസ് ബി ടൗൺസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റല് ന്യൂയോർക്കിലാണ്. 293 സെൻട്രൽ പാർക്ക് വെസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചാൾസ് ബി ടൗൺസ് ഹോസ്പിറ്റൽ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ആ ഭാഗത്ത് പറയുന്നതുകൊണ്ടാണ് ഞാൻ അതൊന്ന് വിശദീകരിച്ചത്. അതായത് തന്റെ അളിയൻ ഡോക്ടറാണ് എന്ന് പറയുന്ന ഭാഗവും, ദ വെൽ നോൺ ഹോസ്പിറ്റൽ ഫോർ ദ മെന്റൽ ആൻഡ് ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ ഓഫ് ആൽക്കഹോളിസ്റ്റ്, മാനസികമായും രോഗികളെ പുനരധിവസിക്കപ്പെടുന്ന ദേശീയ പ്രസിദ്ധി നേടിയ ഒരു ആശുപത്രിയിൽ. അപ്പൊ ദേശീയ പ്രസിദ്ധി നേടിയ ഒരു ആശുപത്രിയാണ് അത്. പിന്നീട് മലയാളത്തിൽ പറയുന്നത് അമൃത സഞ്ജീവനി ചികിത്സയിലൂടെ എന്റെ തലച്ചോറ് ശുദ്ധീകരിക്കപ്പെട്ടു എന്നാണ്. അപ്പൊ ഇംഗ്ലീഷ് ബുക്കിൽ അതിന് ബെല്ലഡോണ ട്രീറ്റ്മെന്റ് എന്നാണ് പറയുക. അപ്പൊ നമുക്കറിയാം ബെല്ലഡോണ എന്ന് പറയുന്നത് ഒരു ചെടിയാണ്. അതിന്റെ ഒരു മിശ്രിതം ഉപയോഗിച്ചിട്ടാണ് ഇവര് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് 6 ഡ്രോപ്പ് മരുന്ന് രോഗിക്ക് ആദ്യം കൊടുക്കും. അങ്ങനെ 50 മണിക്കൂർ, ഓരോ മണിക്കൂർ ഇടവിട്ടും ക്ലോസ് വാച്ച് ചെയ്ത് ഇവരെ ചികിത്സിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഇവര് പറയുന്നത് വെച്ചാല് ബെല്ലഡോണ ട്രീറ്റ്മെന്റിന്റെ ഒരു ചരിത്രം വായിക്കുമ്പോൾ ഇത് നമ്മുടെ ഹിമാചൽ പ്രദേശിലും കാശ്മീരിലും സിംലയിലും ഒക്കെ വളരുന്ന ഒരു ചെടിയാണ്. യൂറോപ്പാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഈ ചെടിയുടെ ജന്മസ്ഥലമെങ്കിലും നമ്മുടെ രാജ്യത്തൊക്കെ ഉണ്ട്. അപ്പൊ ഈ സാധനം ഓപ്പിയം പോലുള്ള ഡ്രഗുകൾക്ക് അഡിക്റ്റ് ആയവർക്ക് കൊടുത്തുകൊണ്ടിരുന്നതാണ്. എന്ന് വെച്ചാൽ ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവരുടെ സ്വെറ്റിങ് വരും, അവർക്കൊരു റിയാക്ഷൻ വരും. അതായത് അതിനകത്ത് പറഞ്ഞ കണ്ണുകളിലും തൊണ്ടവരളും അപ്പോഴത്തേക്ക് ഇത് കട്ട് ഓഫ് ചെയ്യും, ഇത് പിന്നെ കൊടുക്കാതെയാവും. അപ്പൊ അങ്ങനെ അവർക്ക് അതൊരു ചികിത്സാ രീതിയാണ്. അത് നമ്മുടെ വിഷമിറക്കുക എന്നുള്ള ഒരു ചികിത്സാ രീതിയാണ് ബെല്ലഡോണ എന്ന് പറയുന്നത്. ഇപ്പോഴും നമുക്ക് ഇത് പറയുന്നത് 1934 കഥയാണ്, അല്ലെങ്കിൽ ആ ഭാഗമാണ് ബില്ലിന്റെ ഈ അനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നത്. നമ്മൾ 90 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. നമുക്കിതിന് സെയിം ആയിട്ടുള്ള ഒരുപാട് മരുന്നുകളുണ്ട്. ഇപ്പൊ ഡയസിഫാം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മരുന്നുകളുണ്ട്. ഇപ്പൊ നമുക്ക് ഇഷ്ടംപോലെ ചികിത്സാ കേന്ദ്രങ്ങളുണ്ട്, ആശുപത്രികളുണ്ട്, റീഹാബുകളുണ്ട്. നമുക്ക് അന്നത്തെ കാലത്തെ ഒരു അവസ്ഥയല്ല ഇന്ന്. പക്ഷെ അന്ന് ഈ ചാൾസ് ബി ടൗൺസ് പറയുന്നത് ഞാനാണ് ഈ മരുന്ന് കണ്ടുപിടിച്ചത്. ഡോക്ടർ അലക്സാണ്ടർ ലാംബർട്ട് എന്ന് പറയുന്ന ചാൾസ് ബി ടൗൺസിലെ തന്നെ, അല്ലെങ്കിൽ ടൗൺസ് ഹോസ്പിറ്റലിലെ തന്നെ ഒരു ഡോക്ടറാണ് ഇത് കണ്ടുപിടിച്ചത്. 1909 ഈ മിശ്രിതം കണ്ടുപിടിക്കുന്നത്. അപ്പോ അത് ടൗൺസ് ഹോസ്പിറ്റൽ അവകാശപ്പെടുന്നത് അതിലൂടെ 100% ചികിത്സ കിട്ടുകയും സോബറാവുകയും ചെയ്യുമെന്നാണ് അവരുടെ അവകാശം. പക്ഷെ അതിനൊക്കെ ചരിത്രത്തില് തെളിവുകളില്ല. പക്ഷെ പിന്നെ അടുത്ത ഭാഗം പറയുന്നത് ബെല്ലഡോണ ട്രീറ്റ്മെന്റ് മൈ ബ്രെയിൻ ക്ലിയർ, അതായത് തലച്ചോറ് ശുദ്ധീകരിക്കാനായിട്ട്. ഹൈഡ്രോതെറാപ്പി ആൻഡ് മൈൽഡ് എക്സസൈസ് ഹെൽപ്ഡ് മച്ച്. അപ്പൊ ഹൈഡ്രോതെറാപ്പി എന്ന് പറയുന്നത് ഈ തണുത്ത വെള്ളം ഒഴിക്കും, പിന്നെ ചൂടുവെള്ളം ഒഴിക്കും. അങ്ങനെ ഫോഴ്സ്ഫുള്ളി, അത് വളരെ ഫോഴ്സോട് കൂടി തണുത്ത വെള്ളവും ചൂടുവെള്ളവും മാറി മാറി ഒഴിച്ചുകൊണ്ട് ചികിത്സിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഈ പറയുന്ന ഹൈഡ്രോ എന്ന് പറയുന്ന ചികിത്സാ രീതി കൊണ്ട് ഹൈഡ്രോതെറാപ്പി എന്ന് വിളിച്ചിരിക്കുന്നത്. നമുക്കിപ്പോ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്തരം റൂമുകളുണ്ട്, നമുക്ക് അവിടെ പോയിരിക്കാം. പക്ഷെ അവിടെ കൂടുതലും ചൂടാണ് നമ്മുടെ സ്വെറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വേറെ കൂടുതലായിട്ട് അതിനെപ്പറ്റി പറയുന്നില്ല. ഞാൻ പറഞ്ഞ ആ ഒരു പാരഗ്രാഫില് ഈ 2 ചികിത്സാ രീതിയെ കുറിച്ച് പറയുന്നു, ഹൈഡ്രോതെറാപ്പി
ബെലഡോണ ട്രീറ്റ്മെന്റ് ആൻഡ് എക്സസൈസ്. മൈൽഡ് എക്സസൈസ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള എക്സസൈസുകൾ കൂടി അദ്ദേഹത്തിന് അവിടെ ചികിത്സിക്കുകയാണ്. പിന്നെ ഒരു ദയാലുവായ ഡോക്ടറെ കണ്ടുമുട്ടി എന്ന് പറയുന്നുണ്ട്. അത് നമുക്കറിയാം, സിൽക്ക്വർത്ത് ആണ്. ഐ ഹാഡ് ബീൻ സീരിയസ്ലി ഇല്ലി ബോഡിലി ആൻഡ് മെന്റലി എന്ന് പറയുന്നുണ്ട്. അതായത് ശാരീരികവും മാനസികവുമായിട്ട് അപകടകരമായ തോതിലായിരുന്നു താൻ. അവിടെയാണ് ഒരു ദയാലുവായ ഡോക്ടറെ കണ്ടുമുട്ടി. അപ്പൊ അടുത്ത പാരഗ്രാഫ് വായിക്കാം. പേജ് നമ്പർ 7, മൂന്നാമത്തെ പാരഗ്രാഫ്. മറ്റു കാര്യങ്ങൾ. റോമൽ വായിച്ചോ? ആരും ഇല്ലെന്ന് തോന്നുന്നു. റോമൽ, നമുക്ക് അങ്ങനെ ഒരുപാട് സമയം കളയാനില്ല. മറ്റു കാര്യങ്ങളിൽ ശക്തമായി തന്നെ നിലനിൽക്കാറുള്ള അമിത മദ്യപാന രോഗികളുടെ മനക്കെട്ടി മദ്യത്തോട് ഏറ്റുമുട്ടേണ്ടി വരുമ്പോൾ അത്ഭുതകരമായ തോതിൽ ദുർബലമാക്കപ്പെടുന്നു എന്നറിഞ്ഞപ്പോൾ അതെനിക്കൊട്ടേറെ ആശ്വാസപ്രദമായി തോന്നി. കുടി നിർത്തുവാൻ വേണ്ടിയുള്ള നിരാശാജനകമായ ആഗ്രഹത്തിന്റെ മുമ്പിൽ എൻ്റെ അവിശ്വസനീയമായ പെരുമാറ്റം വിശദമാക്കപ്പെട്ടു. അപ്പോഴേക്കും സ്വയം മനസ്സിലാക്കിക്കൊണ്ട് ഉയർന്ന പ്രതീക്ഷയോടെ ഞാൻ പെരുമാറാൻ തുടങ്ങി. 3-4 മാസത്തേക്ക് ഈ നില നന്നായി തുടർന്നു. ഞാൻ കൃത്യമായി പട്ടണത്തിലേക്ക് പോവുകയും കുറച്ച് പണമുണ്ടാക്കുകയും ചെയ്തു. തീർച്ചയായും ഉത്തരം ഇതുതന്നെയായിരുന്നു, സ്വയം അറിയൽ. ഓക്കെ, അപ്പൊ അവിടെ പറഞ്ഞ വെച്ചാല് മറ്റു പല കാര്യങ്ങളിൽ ഒരു വിൽ പവർ ഉള്ള മദ്യാസക്തൻ അല്ലെങ്കിൽ മനക്കട്ടിയുള്ള മദ്യാസക്തൻ മദ്യത്തിന്റെ മുന്നിൽ വരുമ്പോ അത്ഭുതകരമായിട്ട് ദുർബലമാക്കപ്പെടുന്നു. കൂടി നിർത്താൻ വേണ്ടിയുള്ള നിരാശാജനകമായ ആഗ്രഹത്തിന് വേണ്ടി അവിശ്വസനീയമായ പെരുമാറ്റം വിശദമാക്കപ്പെട്ടു. അപ്പോ അദ്ദേഹത്തിന് ആൽക്കഹോളിക് ദ വിൽ ഈസ് അമേസിംഗ്ലി വീക്കൻഡ്. അപ്പം ഇതിനകത്ത് പറയുന്നത് എന്ന് വെച്ചാല് നമ്മുടെ വിൽ പവർ വളരെയധികം ബലഹീനത. അപ്പൊ ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ ഭാഗം പറയുമ്പോൾ അമേസിംഗ്ലി വീക്കൻഡ് എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായിട്ട് ബലഹീനതമായി വിൽ പവർ വെൻ ഇറ്റ് കംസ് ടു കോമ്പാറ്റിംഗ് ലിക്വറുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ തോട്ട് ഇറ്റ് ഓഫൻ റിമെയിൻ സ്ട്രോങ് ഇൻ അതർ റെസ്പെക്ട്സ്. My incredible behavior in the face of a desperate desire to stop was explained. Understanding myself now, I fared forth in high hope. For 3 or 4 months, the goose hung high. I went to town regularly and even made a little money. Surely this was the answer, self-knowledge. അപ്പൊ ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ട് കൂടി വലിയ പ്രശ്നങ്ങളാണ് പ്രശ്നമായിട്ട്. അപ്പൊ ഈ ഗൂസ് ഹാങ് ഹൈ എന്ന് പറഞ്ഞാല് ഈ അന്നത്തെ കാലത്ത് അമേരിക്കയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളില് ഈ ഗൂസ് താഴ്ന്നു പറക്കുമ്പോൾ അവിടെ പൈശാചിക ശക്തി ഉണ്ടെന്നും ഉയർന്നു പറക്കുമ്പോൾ പൈശാചിക ശക്തി ഇല്ലാതെയാവുന്നു എന്നൊക്കെ ഉള്ള ഒരു അവിശ്വാസം, അന്ധവിശ്വാസം നിലനിന്നിരുന്നു. അതിനെപ്പറ്റിയാണ് അവിടെ ഗൂസ്, ഈ വാക്ക് അവിടെ ഇല്ല, നമ്മുടെ മലയാളം ബുക്കിലില്ല. അപ്പൊ അത് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പം ഗൂസ് ഹാങ് ഹൈ എന്നാണ് ഇതിനകത്തോടെ. അപ്പൊ I fared forth in high hope for 3 or 4 months. The goose home. എന്ന് വെച്ചാൽ 3-4 മാസത്തേക്ക് അദ്ദേഹം കുടി നിർത്തി. ഈ പറയുന്ന ഗൂസുകൾ താഴ്ന്നു പറന്നില്ല, ഉയർന്നു പറന്നു. അതുകൊണ്ട് തന്നെ പൈശാചികമായ അല്ലെങ്കിൽ തിന്മയുടെ ശക്തികൾ അവിടെ ഉണ്ടായില്ല. I went to town regularly. അതായത് ഇങ്ങനെ മദ്യപാനം നിർത്തി. ഇപ്പൊ നമ്മൾ പറയുന്നത് ബിൽ ഡബ്ല്യുവിന്റെ ആദ്യകാലത്തെ ചികിത്സയാണ്. ആദ്യത്തെ ചികിത്സ 1933 ആദ്യത്തെ ചികിത്സ. ടൗൺസ് ഹോസ്പിറ്റലിൽ ആദ്യത്തെ ചികിത്സയ്ക്ക് ശേഷം 3-4 മാസത്തേക്ക് അദ്ദേഹം മദ്യപാനത്തിൽ നിന്ന് മാറി നിന്നു. അദ്ദേഹം കൃത്യമായിട്ട് പട്ടണത്തിൽ പോയി പണം സമ്പാദിച്ചു. അങ്ങനെ അദ്ദേഹം സെൽഫ് നോളജ്, ഒരു സ്വയം അറിയല് ഉണ്ടാക്കിയെടുത്തു. സെൽഫ് നോളജ് നമുക്കറിയാം, നമുക്ക് ഇതിനെ പറ്റിയുള്ള കൂടുതൽ മനസ്സിലാക്കലുകൾ ഉണ്ടാക്കിയെടുത്തു. അടുത്ത പാരഗ്രാഫ്. പക്ഷേ അത് അധിക നാൾ തുടർന്നില്ല. കാരണം ഒരിക്കൽ കൂടി ഞാൻ കുടിച്ച ആ ഭയാനക ദിവസം വന്നെത്തി. അധപ്പതനവുമായ ധാർമ്മികതയുടെയും ആരോഗ്യത്തിന്റെയും ഗ്രാഫ് രേഖ കുത്തനെ താഴോട്ട് നിപതിച്ചു. കുറച്ചു നാളുകൾക്ക് ശേഷം ഞാൻ ആശുപത്രിയിലേക്ക് ചെന്നു. ഇതവസാനമാണ്, തിരശീല വീഴലാണ് എന്ന് ഞാൻ കരുതി. ക്ഷീണിതനും നിരാശഭരിതനുമായിരുന്ന എൻ്റെ ഭാര്യ മസ്തിഷ്കം കൊണ്ടുണ്ടാക്കുന്ന വിഭ്രാന്തിക്കിടയിൽ എനിക്ക് ഹൃദ്രോഗം വരാൻ സാധ്യതയുണ്ടെന്നും അതുമല്ലെങ്കിൽ 1 വർഷത്തിനകം
മസ്തിഷ്കത്തിന് പഴുപ്പ് ബാധിച്ചവനായി ഞാൻ മാറാനിടയുണ്ടെന്നുമുള്ള വിവരം അറിയിച്ചു. അവൾക്ക് ഉടനെ എന്നെ ചികിത്സകന്റെ പക്കലോ ചികിത്സാലയത്തിലോ എത്തിക്കേണ്ടി വരും എന്ന നിലയിലായി. അപ്പം ഏകദേശം 4-5 മാസം കൂടി നിർത്തി കഴിഞ്ഞു. സെൽഫ് നോളജ് കൊണ്ടാണ്, സ്വയം അറിഞ്ഞുകൊണ്ടാണ്. അതായത് എനിക്ക് ആദ്യത്തെ കുടിയിൽ നിന്ന് മാറി നിൽക്കണം എന്നൊക്കെ ഉള്ള അല്ലെങ്കിൽ അതൊക്കെ പുള്ളിക്ക് ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ പേരിലും ഇദ്ദേഹത്തിന്റെ മൊത്തത്തിലുള്ള ശാരീരികവും മാനസികവുമായ ഇതിന്റെ പേരിലും അദ്ദേഹം 5 മാസത്തോളം മദ്യപാനം നിർത്തണം ആദ്യത്തെ ചികിത്സയ്ക്ക് ശേഷം. ബട്ട് ഇറ്റ് വാസ് നോട്ട് ഫോർ ദ ഫ്രൈറ്റ്ഫുൾ ഡേ കെയിം വെൻ ഐ ഡ്രാങ്ക് വൺസ് മോർ. പിന്നെയും അദ്ദേഹം കുടിച്ചു. അധികം നാൾ തുടർന്നില്ല. അപ്പം ഈ കുടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം, മദ്യാസക്തർക്ക് എല്ലാവർക്കും ഒരു മെന്റൽ ഒബ്സഷൻ ഉണ്ട് അല്ലെ. ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടായാലും ആദ്യം ചിന്തിക്കുക നമ്മൾ കുടിക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് ഒരു കൊച്ചിന്റെ ബർത്ത്ഡേ വന്നാൽ, ഒരു കല്യാണത്തിന്റെ പരിപാടിക്ക് പോയാൽ, വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ, ഇനിയിപ്പോ അറ്റ്ലീസ്റ്റ് വീട് ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ചെയ്യുമ്പോൾ പോലും ആദ്യം നമുക്ക് ഈ മെന്റൽ ഒബ്സഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അതിന് മെന്റൽ ഒബ്സഷൻ എന്ന് ഡോക്ടർ സിൽക്ക്വർത്ത് നമുക്ക് 1939 അദ്ദേഹം എഴുതിയപ്പോ പറഞ്ഞത്. അതിനു മുമ്പ് അദ്ദേഹം ഒരുപാട് രോഗികളെ ചികിത്സിച്ചതിന് ശേഷമാണ് ആ കൺക്ലൂഷനിൽ എത്തിയത്. അതായത് അമിത മദ്യപാന രോഗിക്ക് എപ്പോഴും ഒരു മെന്റൽ ഒബ്സഷൻ ഉണ്ട്. അത് മെന്റൽ ഒബ്സഷൻ ഉണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുകയാണ് അത്. പക്ഷേ എപ്പോഴാണോ ഈ മെന്റൽ ഒബ്സഷൻ മൂലം കുടിക്കാൻ പോകുന്നത്, അപ്പൊ അദ്ദേഹം ക്രേവിങ്ങിലേക്ക് പോയി. അപ്പൊ അത് ക്രേവിങ് എന്ന് പറയുന്നത് അമിത മദ്യാസക്തന്റെ ശാരീരികമായ ഒരു അലർജിയാണ്. അതായത് വീണ്ടും കുടിക്കുക എന്നുള്ള, അതായത് ഫസ്റ്റ് ഡ്രിങ്ക് കഴിക്കുന്നു, അപ്പൊ ആ ഫസ്റ്റ് ഡ്രിങ്ക് രണ്ടാമത്തെ കുടിയിലേക്ക് പ്രേരിപ്പിക്കുന്നു, രണ്ടാമത്തെ കുടി മൂന്നാമത്തെ കുടിയിലേക്ക് പ്രേരിപ്പിക്കുന്നു, മൂന്നാമത്തെ കുടി നാലാമത്തെ കുടിയിലേക്ക് പ്രേരിപ്പിക്കുന്നു. ഇതിനെയാണ് ക്രേവിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർത്തി എന്നാണ് മലയാളത്തിൽ പറയാം. അപ്പൊ അധഃപതനോന്മുഖവും ധാർമ്മികതയുടെയും ആരോഗ്യത്തിന്റെയും ഗ്രാഫ് രേഖ കുത്തനെ താഴോട്ട് നിപതിച്ചു. Then the curve of my declining moral and bodily health fell off like a sky jump. നമുക്കറിയാം, താഴത്തേക്ക് ശാരീരികമായിട്ടും പതിക്കും, മാനസികമായിട്ടും പതിക്കും. ആഫ്റ്റർ എ ടൈം ഐ റിട്ടേൺ ടു ദ ഹോസ്പിറ്റൽ. ദിസ് വാസ് ദ ഫിനിഷ്. അപ്പൊ വീണ്ടും അദ്ദേഹം ഹോസ്പിറ്റലിൽ എത്തുകയാണ്. 1934 വീണ്ടും ഹോസ്പിറ്റലിൽ എത്തുകയാണ്. അവിടെയാണ് പുള്ളിക്കാരത്തി, അതായത് വൈഫിനെ പറ്റി പറയുന്നത്. അതായത് ക്ഷീണിതനും നിരാശഭരിതനുമായ എന്റെ ഭാര്യ മസ്തിഷ്കാഘാതം കൊണ്ടുണ്ടാകുന്ന വിഭ്രാന്തിക്കിടയിൽ എനിക്ക് ഹൃദ്രോഗം വരാൻ സാധ്യതയുണ്ടെന്നും അതുമല്ലെങ്കിൽ 1 വർഷത്തിനകം മസ്തിഷ്കത്തിൽ പുഴുപ്പ് ബാധിച്ചതായി ഞാൻ മാറാനിടയെന്ന് വിവരം ലഭിച്ചു. അവൾക്ക് ഉടനെ എന്നെ ചികിത്സകന്റെ പക്കലോ ചികിത്സാലയത്തിൽ എത്തിക്കേണ്ടി വരുമെന്ന നിലയില്. അപ്പം ഇവിടെ അദ്ദേഹത്തിന് ഡെലിറിയം ട്രെമൻസിനെ പറ്റി പറയുന്നുണ്ട്. അതായത് DTs, നമുക്ക് ഹാലൂസിനേഷൻ ഉണ്ടാവുക, വിഡ്രോവൽ ഉണ്ടാവുക, ആൽക്കഹോൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുക, വെറ്റ് ബ്രെയിൻ. അതായത് വെറ്റ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൽക്കഹോൾ കൊണ്ട് നശിച്ചു പോകുന്ന ഒരു ബ്രെയിൻ നമുക്ക് ഉണ്ടാകുക, നമ്മളെ ബ്രെയിൻ സെല്ലുകൾ നശിക്കുക, അതിനെയൊക്കെയാണ് വെറ്റ് ബ്രെയിൻ കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തത്, ഷീ വുഡ് സൂൺ ഹാവ് ടു ഗിവ് മീ ഓവർ ടു ദ അണ്ടർടേക്കർ ഓഫ് ദ അസൈലം. അസൈലം എന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ ആശുപത്രി ചികിത്സ, അപ്പൊ ഇവിടെ അസൈലത്തിൽ എത്തിക്കേണ്ടി വരുമെന്ന്, അതായത് ഭാര്യയ്ക്ക്. അപ്പൊ നമുക്കറിയാം, മദ്യം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്നത് ജയിൽ, ഡെത്ത് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് ഒന്നില്ലെങ്കിൽ നമ്മൾ ജയിലിൽ പോകും, അല്ലെങ്കിൽ മരണം സംഭവിക്കും. ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നില്ലെങ്കിൽ ആശുപത്രിയിലോ മറ്റ് ചികിത്സാ കേന്ദ്രങ്ങളിലോ നമ്മൾ അഡ്മിറ്റ് ആകും എന്നുള്ള രീതിയിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. അവരെന്നോട് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എനിക്കറിയാമായിരുന്നു. ആ ആശയം ഏതാണ്ട് സ്വാഗതം ചെയ്യുകയും ചെയ്തു. എൻ്റെ അഹങ്കാരത്തിനേറ്റ വിനാശകരമായ ഒരടിയായിരുന്നു അത്. തടസ്സങ്ങളെ തരണം ചെയ്യാനുള്ള എൻ്റെ കഴിവിനെക്കുറിച്ചും എന്നെക്കുറിച്ചും എൻ്റെ പ്രാഗൽഭ്യങ്ങളെക്കുറിച്ചും എല്ലാം വളരെ മതിപ്പുണ്ടായിരുന്ന ഞാൻ അവസാനം കെണിയിലകപ്പെട്ടു. നേരത്തെ സ്ഥിരം മദ്യപാനികളായിരുന്നവരുടെ ജാഥയിൽ പങ്കുചേർന്നുകൊണ്ട് ഇപ്പോഴെനിക്ക് അന്ധകാരത്തിലേക്ക് മുങ്ങിത്താഴേണ്ടതായിട്ടുണ്ട്. ഞാൻ എൻ്റെ പാപം ഭാര്യയെക്കുറിച്ച് ചിന്തിച്ചു. എന്തൊക്കെയായാലും വേണ്ടിടത്തെല്ലാം സന്തുഷ്ടി ഞങ്ങൾക്കുണ്ടായിരുന്നു. തിരുത്തപ്പെടുന്നതിനായി എന്തു ചെയ്യാനും ഞാൻ തയ്യാറാണ്. പക്ഷെ അതിനുള്ള സമയം ഇപ്പോൾ കഴിഞ്ഞുപോയി. ഓക്കെ, താങ്ക് യു.
അപ്പോ they did not need to tell me. അവരെന്നോട് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എനിക്കെല്ലാം അറിയാമായിരുന്നു. ബിൽ ഡബ്ല്യുവിന് എല്ലാം അറിയാമായിരുന്നു. അതായത് മൈ ലൈഫ് ഈസ് അൺമാനേജബിൾ എന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായി. അത് ഐ ന്യൂ ആൻഡ് ഓൾമോസ്റ്റ് വെൽക്കം ദ ഐഡിയ. ഇറ്റ് വാസ് എ ഡിവാസ്റ്റേറ്റിംഗ് ബിലോ ടു മീ. അതായത് അദ്ദേഹം ഈ ബൂസ് ഹാങ് ഹൈ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന്, അതായത് ഉയർന്ന എല്ലാം മാറി, കാരണം 4-5 മാസം കൂടി നിർത്തി, എല്ലാം മാറിപ്പോയി എന്ന് വിചാരിച്ചിരുന്ന അയാളിലേക്ക് വീണ്ടും കൂടി വരികയാണ്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായ മെന്റൽ ഒബ്സഷനും അലർജിയും ഒക്കെ മനസ്സിലാകുകയും അദ്ദേഹത്തിന് അവരെന്നോട് ആരും പറയേണ്ട ആവശ്യമില്ലേ, ആ ആശയം ഏതാണ്ട് സ്വാഗതം ചെയ്യുകയും ചെയ്തു. എന്റെ അഹങ്കാരത്തിനേറ്റ വിനാശകരമായ ഒരു അടിയായിരുന്നു. അതായത് കഴിഞ്ഞ 5 മാസം കഴിഞ്ഞ് വീണ്ടും കുടിച്ചത് പുള്ളിയുടെ അഹങ്കാരത്തിനേറ്റ അല്ലെങ്കിൽ ഈഗോയ്ക്ക് ഏറ്റ അടി. തടസ്സങ്ങളെ തരണം ചെയ്യാനുള്ള എന്റെ കഴിവിനെ കുറിച്ചും എന്നെ കുറിച്ചും എന്റെ പ്രാഗൽഭ്യത്തെ കുറിച്ചുള്ള വളരെ മതിപ്പുണ്ടായിരുന്ന ഞാൻ അവസാനം കെണിയിലാകപ്പെട്ടു. എല്ലാം എന്താ പുള്ളിക്ക് അറിയായിരുന്നു, എല്ലാ ഐഡിയ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് തടസ്സങ്ങളെ മാറ്റേണ്ടത്, എന്താണ്. I thought of my poor wife. There had been much happiness after all. What would I not give to make amends? But that was over now. അപ്പൊ ഒരു ഹോപ്പ്ലെസ്നെസ് സ്റ്റേജിലേക്ക്, അല്ലെങ്കിൽ പ്രതീക്ഷയില്ലാത്തൊരു സ്റ്റേജിലേക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൈഡും ഈഗോയും വളർന്നു വന്ന സ്റ്റേജിൽ നിന്ന് താഴത്തേക്ക് അദ്ദേഹം പോരുകയാണ്. അദ്ദേഹത്തിന്റെ അഹങ്കാരത്തിനേറ്റ ഒരു തിരിച്ചടിയായിട്ടാണ് അവിടെ അദ്ദേഹം പറയുന്നത്. ഞാൻ എന്റെ പാവം ഭാര്യയെ കുറിച്ച് ചിന്തിച്ചു. എന്തൊക്കെയായാലും വേണ്ടിടത്തെല്ലാം സന്തുഷ്ടി ഞങ്ങൾക്കുണ്ടായിരുന്നു. തിരുത്തപ്പെടുന്നതിനായി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. പക്ഷെ അതിനുള്ള സമയം ഇപ്പോൾ കഴിഞ്ഞുപോയി. അപ്പൊ അദ്ദേഹം ഒരു സ്വയം സഹതാപത്തിലേക്ക് വരികയാണ്. ഈ ഇത്രയും മുങ്ങിത്താണിപ്പോ. അടുത്ത വാക്കിലേക്ക് പോവാം. സ്വയം സഹതാപത്തിന്റെ ചതുപ്പുനിലത്തിൽ ഞാൻ അനുഭവിച്ച നിരാശയും ഏകാന്തതയും വാക്കുകൾ കൊണ്ട് വിശദമാക്കാൻ സാധിക്കുന്നതല്ല. എൻ്റെ നാലുപാടും ചെളിമണൽ വ്യാപിച്ചു. ഞാൻ എൻ്റെ എതിരാളിയെ കണ്ടുമുട്ടിക്കഴിഞ്ഞു. ഞാൻ ആവേശഭരിതനായി. മദ്യമായിരുന്നു എൻ്റെ യജമാനൻ. വിറച്ചുകൊണ്ട് അവിടെ ഇപ്പൊ അദ്ദേഹം സ്വയം സെൽഫ് പിറ്റിയിലേക്ക് പോവാണ്. അതിന്റെ ഒരു ചതുപ്പ് നിലെന്നാണ് പറയാ. അപ്പോ നോ വേർഡ്സ് ക്യാൻ ടെൽ ടു ദ ലോൺലിനെസ് ആൻഡ് ഡിസ്പെയർ ഐ ഫൗണ്ട് ഇൻ ദാറ്റ് ബിറ്റർ മൊറാസ് ഓഫ് സെൽഫ് പിറ്റി. ക്വിക്ക് സാൻഡ് സ്ട്രെച്ച്ഡ് അറൗണ്ട് മീ ഇൻ ഓൾ ഡയറക്ഷൻ. അതായത് 4 പാടുന്നും മണൽ കൊണ്ടുപോയി നമ്മളിലേക്ക് നിറയുന്ന പോലെ, എന്ന് വെച്ചാൽ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് അവിടെ നിന്ന് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ഈ മണൽ നമുക്ക് ചുറ്റും വ്യാപിച്ചു. ഞാൻ എന്റെ എതിരാളിയെ കണ്ടുമുട്ടി കഴിഞ്ഞു. ഞാൻ ആവേശഭരിതനായി. മദ്യമായിരുന്നു എന്റെ യജമാനൻ. അപ്പോ ആൽക്കഹോൾ വാസ് മൈ മാസ്റ്റർ. എന്ന് വെച്ചാൽ എന്ത് കാര്യത്തിനും എനിക്ക് ഈ മദ്യം വേണം. ഇതൊരു ട്രാപ്പാണ്. ഈ ട്രാപ്പ് എൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഈ കെണിയുടെ ഉള്ളിലാണ് ഓരോ അമിത മദ്യാസക്തനും ചെന്നുപെടുന്നത്. ഇതിനെ നമുക്ക് ഹോപ്പ്ലെസ്നെസ്, പ്രതീക്ഷാരഹിതമായ, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ സാധിക്കുമോ, ഇനി എനിക്ക് അവിടെ നിന്ന് എണീറ്റ് വരാൻ സാധിക്കുമോ എന്ന് അറിയാത്ത രീതിയിൽ 4 പാടുന്നു മണൽ പോലെ ഈ കാര്യം നമ്മളിലേക്ക് ചുറ്റിപ്പെട്ടുകൊണ്ട് നമ്മൾ അതിന്റെ ഉള്ളിൽ നിൽക്കുകയാണ്. ഇതിനെ നമുക്ക് കെണി എന്ന് വിളിക്കാം, ട്രാപ്പ്. അപ്പോ നമുക്കറിയാം, അന്നത്തെ കാലത്ത് ധാരാളം ട്രീറ്റ്മെന്റ് സെന്റർ ഇല്ല, ആശുപത്രികളില്ല. പക്ഷെ ഈ തരത്തിലുള്ള ഒരുപാട് അസൈലംസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ടൗൺസ് ഹോസ്പിറ്റൽ പോലെയുള്ള വളരെ റിച്ചസ്റ്റ് ആളുകൾ മാത്രം. കാരണം സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം അവര് അഡ്മിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് വളരെയധികം പണക്കാരായിട്ടുള്ള, ധനികരായിട്ടുള്ള മ്യൂസിഷ്യൻസിന്, അങ്ങനെയുള്ള ആക്ടേഴ്സിനൊക്കെ ആയിരുന്നു ആ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിരുന്നത്. അപ്പൊ ഒരുപാട് പണച്ചെലവുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് ട്രീറ്റ്മെന്റ് സെന്റേഴ്സ് ഉണ്ട്, ഇന്ന് നമുക്ക് AI ഉണ്ട്, ഇന്ന് നമുക്ക് ആശുപത്രികളുണ്ട്, ഇന്ന് നമുക്ക് കൗൺസിലേഴ്സ് ഉണ്ട്, ഇന്ന് നമുക്ക് ആൽക്കഹോളിക്സ് അനോണിമസിലെ മെമ്പേഴ്സ് പോലും ഉണ്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ചെന്ന് പറയാനായിട്ട്. അപ്പൊ അന്നത്തെ കാലത്തെ അത്രയും ഭീകരമായ ഒരു അവസ്ഥയെ വെളിപ്പെടുത്താനായിട്ടാണ് ബിൽ ഡബ്ല്യു അത് എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് ചുറ്റും മണൽ കൊണ്ട് നിറഞ്ഞു എന്ന് വെച്ചാല് ഐ ആം ട്രാപ്പ് എന്നുള്ള അർത്ഥത്തിലാണ് അത് പറയാ. അടുത്ത വരി. താങ്ക് യു. വിറച്ചുകൊണ്ട് ഒരു തകർന്ന മനുഷ്യനായി ആശുപത്രിയിൽ നിന്ന് ഞാൻ പുറത്തു കിടന്നു. കുറച്ചു നാളത്തേക്ക് ഭയം മദ്യത്തിൽ നിന്ന് എന്നെ അകറ്റി നിർത്തി. കുടുക്കിലകപ്പെടുത്താൻ അവസരം പാർത്തിരിക്കുന്ന ആദ്യത്തെ കുടിയുടെ ഭ്രാന്ത് ഉടനെ എത്തി. 1934 യുദ്ധവിരാമ ദിനത്തിനാൾ ഞാൻ വീണ്ടും അബോധാവസ്ഥയിലായി. എന്നെ എവിടെയെങ്കിലും പൂട്ടിയിടണമെന്നും അല്ലെങ്കിൽ ദാരുണമായ അന്ത്യത്തിലേക്ക് ഞാൻ കാലിടറി വീഴുമെന്നുള്ള സുനിശ്ചിതമായ വസ്തുതയ്ക്ക് എല്ലാവരും കീഴ്പ്പെട്ടതായി തോന്നി. ഹോ, പ്രഭാതത്തിനു മുമ്പ് എന്തൊരു കൂരാക്കുരുട്ടാണ്!
യഥാർത്ഥത്തിൽ എൻ്റെ വിഷയാലംബടത്വത്തിൻ്റെ അവസാനത്തിൻ്റെ ആരംഭമായിരുന്നു അത്. ഞാൻ വൈകാതെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ പോവുകയായിരുന്നു. താങ്ക് യു. വിറച്ചുകൊണ്ട് ഒരു തകർന്ന മനുഷ്യനായി ആശുപത്രിയിൽ നിന്ന് ഞാൻ പുറത്തു കടന്നു. കുറച്ചു നാളത്തേക്ക് ഭയം മതിലത്തിൽ നിന്ന് എന്നെ അകറ്റി നിർത്തി. ഫിയർ സോബർഡ് മീ ഫോർ എ ബിറ്റ്. ഒരു ഇൻസിഡന്റ് ഉണ്ടാവുമ്പോൾ, ഭാര്യ എനിക്കെതിരെ കേസ് കൊടുക്കുമ്പോഴോ, ഭാര്യ എന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കുമ്പോഴോ, അല്ലെങ്കിൽ എൻ്റെ ഡ്രൈവേഴ്സ് ലൈസൻസ് നഷ്ടപ്പെടുമ്പോഴോ, എനിക്ക് മദ്യം കൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴോ ഞാൻ മദ്യം നിർത്താൻ തയ്യാറാകുന്നുണ്ട്. അതിന് ഫിയർ സോബർഡ് മീ ഫോർ എ ബിറ്റ്. ഭയം എന്നെ കുറച്ചു കാലത്തേക്ക് മദ്യത്തിൽ നിന്ന് മാറി. ഇപ്പൊ നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ട് തിരിച്ചു വന്നേക്കുവാണെങ്കിൽ കുറച്ചു കാലം നമ്മൾ കുടിക്കില്ല. നമുക്ക് ഭയമുണ്ട്. നമ്മൾ കുടിച്ചു പോകുമോ എന്നുള്ള ഭയം നമുക്കുണ്ട്. അപ്പോ നമ്മളുടെ വിൽ പവർ ആണ് അവിടെ ഭയം കൊണ്ടുണ്ടാകുന്ന ഒരു വിൽ പവർ. ഞാനൊരു 4 വർഷം കുടിച്ചില്ല. ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റായി. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയെന്ന് വെച്ചാൽ എനിക്ക് ഒരു 22 വയസ്സുള്ളപ്പോൾ ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റായി. ഡോക്ടർ ഒരിക്കലും കുടിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ 3-4 വർഷം കൊണ്ട് പിന്നെയും കുടിച്ചു. 4 വർഷം കൊണ്ട് പിന്നെയും കുടിച്ചു. എന്തുകൊണ്ടാണ് 4 വർഷം കുടി നിർത്തി? എനിക്ക് ഭയം ഉണ്ടായിരുന്നു. ഡോക്ടർ എന്നെ പേടിപ്പിച്ചിട്ടുണ്ട്. നീ കുടിക്കരുത്, കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. ഞാൻ പലപ്പോഴും ഇവിടെ ഷെയർ ചെയ്യാറുള്ളൂ. മറ്റേ ആവർത്തന വിരസത ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാത്തത്. അപ്പം ഭയം കുറച്ചു കാലത്തേക്ക് നമ്മളെ എല്ലാം കുടിയിൽ നിന്ന് മാറ്റി നിർത്തും. അത് നമുക്ക് അവിടെ വായിക്കാം. ഫിയർ സോബർഡ് മീ ഫോർ എ ബിറ്റ്. Then came the insanity of that first drink, and on Armistice Day 1934. അതായത് നവംബർ 11, 1934 ആദ്യത്തെ കുടി വീണ്ടും അയാൾ കുടിച്ചു. BW കുടിക്കുകയാണ്. ആദ്യത്തെ കുടി ഉടനെ എത്തി. അതായത് യുദ്ധവിരാമത്തിന്റെ നാള് എന്ന് പറയുന്നത്, ഈ ആംസ്റ്റിക് ഡേ എന്ന് പറയുന്നത് 11/11/1934 അദ്ദേഹം വീണ്ടും കുടിക്കുന്നത്. ഐ വാസ് ഓഫ് അഗെയിൻ. ആദ്യത്തെ കുടിയുടെ ഭ്രാന്ത് ഉടനെ എത്തി. ആദ്യത്തെ കുടി നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഫസ്റ്റ് ഡ്രിങ്ക് ഡസ് ദ ഡാമേജ് എന്ന് നമ്മൾ എപ്പോഴും പറയണം. ആദ്യത്തെ കുടിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ ആദ്യത്തെ കുടി എന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഡ്രിങ്ക് എന്ന് പറയുന്ന കാര്യം അദ്ദേഹം ചെയ്തു. അതിനുശേഷം വീണ്ടും വീണ്ടും കുടിച്ച് അദ്ദേഹം ഡ്രങ്ക് ആയി, അല്ലെങ്കിൽ കുടിയനായി മാറി, അല്ലെങ്കിൽ അമിതമായ കുടിയിലേക്ക് എത്തി. എന്നെ എവിടെയെങ്കിലും പൂട്ടിയിടണമെന്നും അല്ലെങ്കിൽ ദാരുണമായ അന്ത്യത്തിലേക്ക് ഞാൻ കാലറി ഇടറി വീഴുമെന്നുള്ള സുനിശ്ചിതമായ വസ്തുതയ്ക്ക് എല്ലാവരും കീഴ്പ്പെട്ടതേ തോന്നി. പ്രഭാതത്തിന് മുമ്പ് എന്തൊരു കൂരാക്കുരിട്ടാണ്. യഥാർത്ഥത്തിൽ എന്റെ വിഷയലംബടത്തിൽ അവസാനത്തിന്റെ ആരംഭമായിരുന്നത്. ഞാൻ വൈകാതെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ പോവുകയാണ്. അപ്പം ഹൗ ഡാർക്ക് ഇറ്റ് ഈസ് ബിഫോർ ദ ഡോൺ. നമുക്കറിയാം, നേരം വെളുക്കരുതേ എന്ന് പ്രാർത്ഥിച്ച അവസ്ഥയൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ കുറച്ചു നേരവും കൂടി ഈ രാത്രി നീണ്ടു നിന്നായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന അവസ്ഥ. തലേദിവസം നമ്മൾ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാക്കി വീട്ടിലോ ഒക്കെ ബഹളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ, അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇടയിൽ ഒരു പ്രശ്നമായി ഉണ്ടായി കഴിയുമ്പോൾ, അത് അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അതൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്തൊരു ഇരുട്ടാണ്, പ്രഭാതത്തിന് മുമ്പ് എന്തൊരു കൂരൻ. യഥാർത്ഥത്തിൽ എന്റെ വിഷയലംബടത്തിൽ അവസാനത്തിന്റെ ആരംഭമായിരുന്നു അത്. ഹൗ ഡാർക്ക് ഇറ്റ് ഈസ് ബിഫോർ ദ ഡോൺ. ഇൻ റിയാലിറ്റി ദാറ്റ് വാസ് ദ ബിഗിനിങ് ഓഫ് മൈ ലാസ്റ്റ് ഡിബേറ്റ്. ഇറ്റ് വാസ് സൂൺ be catapulted into what I like to call the fourth dimension of existence. I was to know the happiness, peace, and usefulness in a way of life that is incredibly more wonderful as time pass. നമുക്കറിയാം, ഫോർത്ത് ഡയമെൻഷൻ ഓഫ് എക്സിസ്റ്റൻസ് എന്നുള്ളത് നമ്മൾ പിന്നീട് there is a solution എന്ന് പറയുന്ന ഭാഗത്ത് ചിന്തിക്കുന്നുണ്ട്. അതായത് സ്റ്റെപ്പ് 10, അത് നമുക്കറിയാം. 1, 2, 3 എന്ന് പറയുന്നത് ഒരു നമ്മുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ കണ്ടുപിടിച്ച് ദൈവത്തിലേക്ക് ആശ്രയിച്ച്, അല്ലെങ്കിൽ ഹയർ പവറിൽ ആശ്രയിച്ച് അതിന് വിട്ടുകൊടുത്തുകൊണ്ടുള്ള 1, 2, 3. 4, 5, 6, 7 എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ തെറ്റുകളും ധാർമ്മിക നിലവാരങ്ങളും ഒക്കെ പരിശോധിച്ച ശേഷം മറ്റൊരാളോട് ഏറ്റുപറഞ്ഞ 5ാമത്തെ പടിയിൽ 6, 7 അത് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് തയ്യാറാകുന്ന ഒരു കണ്ടീഷനിൽ എത്തിക്കഴിയുമ്പോൾ 8, 9 ഫിസിക്കൽ ഒരു ചേഞ്ച് നമുക്ക് വരും. അപ്പൊ സ്പിരിച്വലി, മെന്റലി, ഫിസിക്കലി വന്നു കഴിയുമ്പോൾ നമുക്ക് ഫോർത്ത് ഡയമെൻഷൻ, അതായത് 10, 11, 12 പടികളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പൊ ആദ്യത്തെ 1, 2, 3 പടികൾ സ്പിരിച്വലാണ്. 4, 5, 6, 7 പടികള് മെന്റലിയാണ്. 8, 9 പടികള് ഫിസിക്കലി.
ചേഞ്ചസ് വരുത്തിയതിനു ശേഷം ഫോർത്ത് ഡയമെൻഷൻ ഓഫ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതായത് ഡെയിലി ബേസിസിൽ നമ്മൾ 10, 11, 12 പടികളിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഫോർത്ത് ഡയമെൻഷൻ ഓഫ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിന് കൂടുതൽ വിശദീകരണം ആവശ്യമുള്ള ഒരു വാക്കാണ്, അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് അത് വിശദീകരിച്ചെന്ന് മാത്രം. അപ്പൊ അടുത്ത ഭാഗത്തേക്ക് പോവാം. ഞാൻ സന്തോഷവും സമാധാനവും ജീവിതത്തിന്റെ ഉപയോഗക്ഷമതയും സമയം മുന്നോട്ട് പോകുന്തോറും അത്ഭുതവും അവിശ്വസനീയവുമായ തരത്തിലുള്ള ഒരു ജീവിതത്തിലൂടെ അറിയാൻ പോവുകയായിരുന്നു. അപ്പൊ അത് അവിടെ പറയുന്നത് ഐ വാസ് ടു നോ ഹാപ്പിനെസ്, പീസ് ആൻഡ് യൂസ്ഫുൾനെസ്. അതായത് സന്തോഷവും സമാധാനവും ജീവിതത്തിന്റെ ഉപയോഗക്ഷമതയും സമയം മുന്നോട്ട് പോകുന്ന അത്ഭുതവും അവിശ്വസനീയമായ തരത്തിലുള്ള ജീവിത രീതിയിലുള്ള അറിയാമോ, അതാണ് ഫോർത്ത് ഡയമെൻഷൻ ഓഫ് എക്സിസ്റ്റൻസ്. അപ്പൊ നമ്മള് 10, 11, 12 പടികളുണ്ട്. 10-ാം പടി തെറ്റ് ചെയ്യുമ്പോൾ ലോഡിനെ സമ്മതിക്കുക. 11-ാം പടി പ്രാർത്ഥന, ധ്യാനം എന്നിവയിലൂടെ നമ്മുടെ ഹയർ പവറിനോട് പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക. 12-ാം പടി എന്താണ്? മറ്റുള്ളവരെ സഹായിക്കുക. അങ്ങനെ ഈ 3 തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതിന് ഹാപ്പി, ജോയ്സ് ആൻഡ് ഫ്രീ. സന്തോഷം, സമാധാനം, ജീവിതത്തിന്റെ ഉപയോഗക്ഷമത എന്നൊക്കെ പറയുന്നത് ഹാപ്പി, ജോയ്സ് ആൻഡ് ഫ്രീയുടെ മറ്റൊരു വാക്കുകളാണ്. അപ്പൊ അടുത്ത പാരഗ്രാഫ്. ആ നിറം മങ്ങിയ നവംബർ മാസത്തിന്റെ അന്ത്യനാളുകളിൽ ഒന്നിൽ എൻ്റെ അടുക്കളയിൽ കുടിച്ചുകൊണ്ട് ഞാനിരുന്നു. അന്നത്തേക്കും അടുത്ത ദിവസത്തേക്കും ആവശ്യമായ ജിൻ വീട്ടിലൊളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന സംതൃപ്തി പ്രതിഫലിപ്പിക്കുന്ന മുഖഭാവമായിരുന്നു എനിക്ക്. ഭാര്യ ജോലിക്ക് പോയിരുന്നു. ഞങ്ങളുടെ കിടക്കയുടെ തലയ്ക്കൽ ഒരു കുപ്പി ജിൻ ഒളിച്ചു വെക്കാൻ എങ്ങനെ ധൈര്യപ്പെട്ടു എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ അതെനിക്ക് ആവശ്യം വരും. അപ്പം നിയർ ദ എൻഡ് ഓഫ് ദാറ്റ് ബ്ലീക്ക് നവംബർ, നിറം മങ്ങിയ നവംബർ, ഒരു പക്ഷേ അതൊരു വിന്റർ ടൈം ഒക്കെ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഐ സാറ്റ് ഡ്രിങ്കിങ് ഇൻ മൈ കിച്ചൺ. അതായത് അദ്ദേഹത്തിന്റെ അടുക്കളയിൽ കുടിച്ചുകൊണ്ട് ഇരുന്നു. വിത്ത് എ സർട്ടൻ സാറ്റിസ്ഫാക്ഷൻ ഐ റിഫ്ലക്ട് ദർ വാസ് ഇനഫ് ജിൻ കൺസീൽഡ് അബൌട്ട് ദ ഹൗസ് ടു ക്യാരി മീ ത്രൂ ദാറ്റ് നൈറ്റ് ആൻഡ് ദ നെക്സ്റ്റ് ഡേ. അപ്പൊ കുറച്ച് നമുക്കറിയാം, നമ്മൾ മദ്യം ഒളിപ്പിച്ചു വെക്കാറുണ്ട്. അപ്പൊ 2 ദിവസത്തേക്കുള്ള മദ്യം അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചു. അപ്പം ഭാര്യ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മേസിസ് എന്ന് പറയുന്ന തുണിക്കടയില് ക്ലർക്കായിട്ടാണ് ലൂയിസ് വർക്ക് ചെയ്യുന്നത്. മേസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അമേരിക്കയിലും രാജ്യത്ത് ലോകത്ത് പല സ്ഥലങ്ങളിലും അവർക്ക് ബ്രാഞ്ചുകളും ഉണ്ട്. അപ്പൊ അവിടെ ക്ലർക്കായിട്ടാണ് അവിടെ പോയിട്ടുള്ളത് ലൂയിസ്. ഞങ്ങളുടെ കിടക്കയ്ക്ക് തലയ്ക്കൽ ഒരു കുപ്പി ജിൻ ഒഴുകി എങ്ങനെ ധൈര്യപ്പെട്ടെന്ന് ഞാൻ അത്ഭുതപ്പെടും. അപ്പൊ ഈ പ്രോമിസസ് ഒക്കെ ചെയ്തിട്ട് പോലും ബിൽഡബ്ല്യു കിടക്കയ്ക്ക് തൊട്ടടുത്ത് തന്നെ ഒരു കുപ്പി ഒളിപ്പിച്ചു. നേരം വെളുക്കുന്നതിന് മുമ്പ് അത് തന്നെ എനിക്ക് ആവശ്യം വരും. അപ്പൊ അയാൾ പറയാണ്, അടുത്ത നേരം വെളുക്കുമ്പോൾ തന്നെ എനിക്കത് ആവശ്യം വരും. അപ്പോ ഇവിടെ അമിത മദ്യപാനം കൊണ്ട് ആദ്യം പറഞ്ഞ പോലെ ട്രാപ്പിലാകപ്പെട്ട ഒരാളുടെ ചിത്രം വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞു തരണം. നമ്മൾ കുടിച്ചിട്ടില്ല, ഒരു പെഗ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അയ്യോ, ഞാൻ ഇന്ന് അവിടെ പോയിട്ട് പെട്ടെന്ന് പോന്നു, എനിക്ക് പെട്ടെന്ന് പോന്നു, ഞാൻ കഴിച്ചിട്ടേ ഇല്ല. ഒരു ഫുള്ള് കടിച്ചിട്ട് ഞാൻ വീട്ടിൽ വരുമ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് 3-3 അടിച്ചു, പിന്നെ അവനാ മേടിച്ചത്. അങ്ങനെയുള്ള ഒരുപാട് എക്സ്ക്യൂസസിലൂടെ കടന്നു പോകുന്ന ഒരാള് ആയിട്ട് ഞാൻ മാറി. പിന്നെ ഭാര്യയുടെ മുന്നിൽ കളവ് പറയാൻ തുടങ്ങി. അപ്പൊ ധൈര്യപ്പെട്ടു എന്നുള്ള വാക്ക് തന്നെ അതാ. അതായത് ലൂയിസ് വളരെയധികം വിഷമിച്ച് അവള് മാത്രമേ ജോലിക്ക് പോകുന്നുള്ളൂ. ബിൽഡബ്ല്യു ഈ സമയത്ത് ജോലിയില്ല, കാരണം ബിൽഡബ്ല്യു തകർന്നിരിക്കുകയാണ്. അങ്ങനെ സ്വന്തം ഭാര്യ ജോലിക്ക് പോയി ഉണ്ടാക്കുന്ന പണം കൊണ്ട് ജീവിക്കുന്ന ഒരു ഭർത്താവായ ബിൽഡബ്ല്യു കുപ്പി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജിൻ ഒളിപ്പിച്ചു വെക്കാൻ ധൈര്യം കാണിച്ചു. അവിടെയാണ് ഈ ധൈര്യപ്പെട്ടു എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു എന്ന വാക്കുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് മറ്റൊരു കാര്യം അതിനകത്തുള്ളത്, എനിക്കത് ആവശ്യം വരും, നേരം വെളുക്കുന്നതിന് മുമ്പേ എനിക്ക് ആവശ്യം വരും എന്ന നെസസിറ്റി, ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമായി മദ്യം അവിടെ മാറിക്കഴിഞ്ഞു. ഈ ചിത്രവും കൂടി നമുക്ക് അവിടെ കാണാവുന്നതാണ്. അടുത്ത പാരഗ്രാഫ് വയ്ക്കാവോ? എന്റെ സ്വപ്നം കാണലിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ടെലിഫോൺ ശബ്ദിച്ചു. ആ പഴയ സഹപാഠി താൻ വീട്ടിലോട്ട് വരട്ടെ എന്ന് സന്തുഷ്ടമായ ശബ്ദത്തിൽ ചോദിച്ചു. അയാൾ മദ്യവിമുക്തനായിരുന്നു. ന്യൂയോർക്കിൽ മദ്യപിക്കാതെ അയാൾ എത്തുന്നത് വർഷങ്ങളായി എനിക്കറിയില്ലായിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. മദ്യപിച്ച് മതോന്മത്തനായതിന്റെ പേരിൽ
അയാൾ ജയിൽ ശിക്ഷയ്ക്ക് വിധേയനായി എന്ന കിംവദന്തി ഉണ്ടായിരുന്നു. അയാൾ എങ്ങനെ രക്ഷപ്പെട്ടുവെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. അയാൾക്ക് ഡിന്നർ കൊടുക്കുകയും അയാളോടൊത്ത് പരസ്യമായി കുടിക്കുകയും ചെയ്യാമെന്ന് ഞാൻ കരുതി. അയാളുടെ ക്ഷേമത്തെക്കുറിച്ച് തികച്ചും ഉദാസീനനായിരുന്ന ഞാൻ പോയ കാലങ്ങളിലെ ഹരം വീണ്ടെടുക്കാനാണ് കൊതിച്ചത്. ഓക്കെ, ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട്, അല്ലെങ്കിൽ തന്റെ സ്വപ്നം കാണലിനെ ഇവിടെ പറയുന്നത് മ്യൂസിങ് എന്നാണ്. മ്യൂസിങ് എന്ന് പറഞ്ഞാൽ ചിന്തകൾ എന്നാണ്. അപ്പൊ സ്വപ്നം കാണലിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ടെലിഫോൺ ശബ്ദിച്ചു. ഒരു പഴയ സഹപാഠി, നമുക്കറിയാം, അത് എബി താച്ചറാണ്. അയാൾ വീട്ടിലോട്ട് വരട്ടെ, നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തുകൊണ്ടാണ് ഇവിടെ പലരും വീട്ടിലോട്ട് വരാം. അപ്പൊ വീട്ടിലോട്ട് വരട്ടെ എന്ന് സന്തോഷമായ ശബ്ദത്തിൽ ചോദിച്ചു. അപ്പൊ എബി താച്ചറൻ ഓക്സ്ഫോർഡ് ഗ്രൂപ്പില് പോയിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ തന്നെ സ്കൂൾ വെർമൗണ്ട് എന്ന് പറയുന്ന ഇവര് ഒന്നിച്ച് സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പം എബി താച്ചറിന് സന്ദേശം കൊടുക്കുന്നത് നമ്മുടെ റോളണ്ട് ഹസാർഡിന്. റോളണ്ട് ഹസാർഡിന് എവിടെ നിന്നാണ് ഈ സന്ദേശം കിട്ടുന്നത്? കാൾ ജങ് എന്ന് പറയുന്ന അക്കാലത്തെ ഏറ്റവും പ്രസിദ്ധനായ സിഗ്മണ്ട് ഫ്രോയിഡ്, മനഃശാസ്ത്രജ്ഞനായ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ശിഷ്യന്മാരിൽ ഒരാളായ കാൾ ജങ്ങിൽ നിന്നാണ്. നമുക്കറിയാം, സിഗ്മണ്ട് ഫ്രോയിഡിന് 3 ശിഷ്യന്മാരാണ് നടന്നത്. ആൽഫ്രഡ് അഡ്ലർ, കാൾ ജങ്, എറിക് എറിക്സൺ എന്ന് പറയുന്ന 3 പേരായിരുന്നു ലോകപ്രശസ്തരായ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ശിഷ്യന്മാര്. അപ്പോ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അടുത്തേക്ക് എത്താനാണ് റോളണ്ട് ഹസാർഡ് ആദ്യമായിട്ട് അപ്പോയിന്റ്മെന്റ് ചോദിക്കുന്നത്. പക്ഷെ സിഗ്മണ്ട് ഫ്രോയിഡ് തിരക്കായതുകൊണ്ടും പുസ്തകം എഴുതുവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് കൊടുത്തില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ശേഷം ആൽഫ്രഡ് അഡ്ലറിന്റെ അടുത്തും ഈ റോളണ്ട് ഹസാർഡ്, എബി താച്ചറിന് മെസ്സേജ് കൊടുത്ത റോളണ്ട് ഹസാർഡ് സമീപിക്കുന്നുണ്ട്. ആൽഫ്രഡ് അഡ്ലറും ഇത് കൊടുത്തില്ല, അപ്പോയിന്റ്മെന്റ് കൊടുത്തില്ല. മൂന്നാമതാണ് റോളണ്ട് ഹസാർഡ് കാൾ ജങ്ങിന് അപ്പോയിന്റ്മെന്റ് ചോദിച്ചുകൊണ്ട് സ്വിറ്റ്സർലൻഡിലുള്ള കാൾ ജങ്ങിന് ബന്ധപ്പെടുന്നത്. ഇവിടെ ഒരു ചരിത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ 3 ഭാഗം. ഇദ്ദേഹം സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അടുത്ത് പോയിരുന്നാലോ ആൽഫ്രഡ് അഡ്ലറിന്റെ അടുത്ത് പോയിരുന്നാലോ ഒരു പക്ഷെ ഇന്ന് ജനിക്കുമായിരുന്നില്ല. കാരണം അവർ രണ്ടുപേരും ഈ ഹയർ പവർ, അല്ലെങ്കിൽ ഒരു ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഒരു ഞരമ്പ് രോഗമാണെന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാണ്. അല്ലെങ്കിൽ അവർക്കൊരു നെർവസ് കംപ്ലൈന്റ് ഉള്ളവർക്ക് മാത്രം വിശ്വസിക്കുന്നതാണെന്നാണ്. പക്ഷെ കാൾ ജങ് അങ്ങനെയല്ല. കാൾ ജങ് ഒരു ആത്മീയ സ്പിരിച്വാലിറ്റിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളാണ്. നമുക്കറിയാം, കാൾ ജങ്ങിന്റെ അടുത്ത് 2-3 പ്രാവശ്യം ഇദ്ദേഹം പോകുന്നുണ്ട്. ആദ്യത്തെ തവണ പോയി തിരിച്ച് പാരീസിലേക്ക് വരുന്ന വഴി ട്രെയിനിൽ വെച്ച് വീണ്ടും റോളണ്ട് ഹസാർഡ് കുടിക്കുന്നുണ്ട്. അദ്ദേഹം 1932 വെർമൗണ്ട് എന്ന് പറയുന്ന സോറി, അപ്പൊ കാൾ ജങ് വീണ്ടും കുടിക്കുന്നുണ്ട്. അപ്പൊ വീണ്ടും കാൾ ജങ്ങിന്റെ അടുത്ത് ചെല്ലുമ്പോൾ കാൾ ജങ് എന്നാ പറയുന്നത്, വൈദ്യശാസ്ത്രത്തിന് കഴിയാവുന്നതെല്ലാം നിനക്ക് നൽകി കഴിഞ്ഞു. എന്റെ കയ്യിലുള്ള വൈദ്യശാസ്ത്രം നൽകാവുന്നതെല്ലാം നിനക്ക് നൽകി കഴിഞ്ഞു. ഇനി നിനക്കൊരു അപ്പൊ വീണ്ടും റോളണ്ട് ഹസാർഡ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇനിയും ഒരു മാർഗമില്ലേ? ഇനിയും എനിക്ക് മറ്റൊരു മാർഗമില്ലേ എന്ന് ഭയപ്പെടോടുകൂടി. കാരണം നമുക്കറിയാം, റോളണ്ട് ഹസാർഡ് കുടുംബ ബിസിനസ്സിൽ നിന്ന് തഴയപ്പെടുന്ന രീതിയിലായിരിക്കുകയാണ്. കൂട്ടുകാർ അവനെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂട്ടി നിർത്തേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോഴാണ് ഇനിയും ഒരു മാർഗമില്ലേ എന്ന് ചോദിക്കുമ്പോൾ കാൾ ജങ് ആണ് അദ്ദേഹത്തിന് മറ്റ് ഇതുപോലെ ഒരു ആത്മീയമായിട്ട് സ്വയം സഹായം ചെയ്യുന്ന ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നും അവിടെ പോകാൻ വേണ്ടി. അപ്പൊ അദ്ദേഹം ന്യൂയോർക്കിലെ കാൽവരി മൗണ്ടിൽ പോവുകയും അവിടെ നിന്ന് വെർമൗണ്ടിലേക്ക്, അതായത് എബിയും ബിൽ വിൽസണും ഒക്കെ പഠിച്ചിരുന്ന ആ സ്ഥലത്തേക്ക് പോവുകയും എബിയെ കാണുകയും ചെയ്യുന്നത്. എബി ആ സമയത്ത് ജയിലിലാണ്. കാരണം എബി വാഹനം ഓടിച്ച് ഒരു ലേഡിയുടെ കിച്ചണിലേക്ക് ഇടിച്ചു കയറ്റുകയും അങ്ങനെ അവിടെ അവര് പോലീസിനെ വിളിക്കുകയും പിന്നെ അതുകൂടാതെ 2 പ്രാവശ്യം ജയിലിലായി. അപ്പൊ അതുകൂടാതെ തന്റെ ഫാമിലേക്ക് വന്ന പക്ഷികളെ വെടിവെച്ച് വീഴ്ത്തുക, അയൽവക്കക്കാർ വിളിച്ചു പറയുക, അങ്ങനെ 2 പ്രാവശ്യം ജയിലിൽ. അപ്പൊ നിരന്തര ശല്യമായ എബി. കാരണം എബിയുടെ ഫാമിലി അങ്ങനെ മോശം. അവര് 2-3 മേയർമാരും അങ്ങനെ വളരെ പ്രശസ്തരായിരുന്നു എബിയുടെ ഫാമിലി. അപ്പോ ഇദ്ദേഹത്തിന്റെ ശല്യം കൊണ്ട് ആണ് അവസാനം ഈ ജയിലിലാകുന്നത്. കാരണം 2 കേസ് വന്നപ്പോ ജയിലിൽ അടയ്ക്കുകയാണ്. അപ്പൊ ഇയാളെ കാണാനായിട്ട് റോളണ്ട് ഹസാർഡ് ചെല്ലുന്നുണ്ട്, എബിയെ കാണാനായിട്ട്. നമുക്കറിയാം, ഇപ്പോ എബിയെ കാണാനായിട്ട് 1934 ജയിലിൽ ചെല്ലുന്നു. അവിടെ സീബ്ര ഗ്രാവൽ എന്ന് പറയുന്ന തന്റെ ഒരു GRAVES ഗ്രാവസ്. അപ്പൊ സീബ്ര ഗ്രാവസ് എന്ന് പറയുന്ന സുഹൃത്തുമായിട്ട്, ഓക്സ്ഫോർഡിൽ തന്നെ മറ്റൊരു സുഹൃത്തുമായിട്ടാണ് അവിടെ ചെല്ലുന്നത്. അവിടുത്തെ ജഡ്ജിയുടെ പേര് കോളിൻസ് ഗ്രാവസ് എന്നാണ്. അദ്ദേഹം ഈ സീബ്ര ഗ്രാവസിന്റെ ഫാദറാണ്. അതായത്
റോളണ്ട് ഹസാർഡിന്റെ സുഹൃത്തായ സീബ്ര ഗ്രാവസിന്റെ ഫാദറാണ് കോളിൻസ് ഗ്രാവസ് എന്ന് പറയുന്ന ജഡ്ജി. അപ്പൊ സീബ്ര ഗ്രാവസ് കുടിയനായിരുന്നു. അദ്ദേഹം കുറെ കാലം ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പോയി കുടിക്കാതിരിക്കുന്നതെന്ന് ഈ ജഡ്ജിക്ക് അറിയാം. ഈ ഇത് വെച്ചിട്ടാണ് എബിയെ ഇവരുടെ കൂട്ടത്തിൽ വിടുന്നത്. ഇവര് രണ്ട് ഭാഗം പറയുന്നുണ്ട്. റോളണ്ട് ഹസാർഡ് അഭ്യർത്ഥിച്ചു എബിയെ ഞങ്ങളുടെ ഒപ്പം വിടണമെന്ന് പറഞ്ഞ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ കൊണ്ടതായിട്ടും, അതല്ല തന്റെ മകനായ സീബ്ര ഗ്രാവിസ് മദ്യപാനം നിർത്തിയതറിഞ്ഞ് കോളിൻസ് ഗ്രാവിസ് എന്ന് പറയുന്ന ജഡ്ജി റോളണ്ട് ഹസാർഡിനോടും കൂട്ടുകാരോടും ഇവനെ കൊണ്ടുപോയി രക്ഷിക്കൂ എന്ന് പറയുന്നതുമായിട്ട് രണ്ട് വേർഷൻ ചരിത്രത്തിൽ പറയുന്നുണ്ട്. എന്തായാലും അവർ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെത്തി. അങ്ങനെ എബിയും റോളണ്ട് ഹസാർഡ് എബിക്ക് സന്ദേശം കൊടുത്തു. 1934 നവംബറിൽ 2 മാസം മദ്യത്തിൽ നിന്ന് മാറി നിന്ന എബി 2 മാസത്തിൽ നിന്ന്, പ്രത്യേകിച്ച് 2 മാസത്തിൽ നിന്ന് മദ്യത്തിൽ നിന്ന് മാറി നിന്ന എബി ബിൽ വിൽസനെ കാണാനായിട്ട് 182 ക്ലിന്റൺ ഹൗസ് ബ്രൂക്ലിൻ ഹൈറ്റ്സിലേക്ക് വരികയാണ്. ഈ 2 മാസം കൊണ്ട് അദ്ദേഹം ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പോവുകയും അവിടുത്തെ അന്നത്തെ കാലത്തെ 6 പടികൾ നമുക്കറിയാം. സ്പിരിച്വലി ഫിറ്റ് ആയിട്ട് പിന്നെ അബ്സല്യൂട്ട് പ്യൂരിറ്റി, അബ്സല്യൂട്ട് ലവ്, അബ്സല്യൂട്ട് ഹോണസ്റ്റി, അബ്സല്യൂട്ട് അൺസെൽഫിഷ്നെസ് എന്നൊക്കെ പറയുന്ന ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഇപ്പൊ പറയുന്ന പോലെ ഷെയറിംഗ് ഉണ്ട്, സറണ്ടറിങ് ഉണ്ട്, മറ്റുള്ളവരോട് അമിത മദ്യാസക്തി മൂലം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരോട് നീരസം വെച്ച് പുലർത്തുന്നവരോട് ക്ഷമ ചോദിക്കുന്നുണ്ട്, തന്റെ തെറ്റുകൾ സമ്മതിക്കുന്നുണ്ട്, മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്. ഹെൽപ്പ് അതേഴ്സ് എന്ന് പറയുന്ന ഒരു റിലീജിയസ് പ്രോഗ്രാമാണ്. പക്ഷെ അതിനകത്ത് ഈ പാസിറ്റോളിൽ പറയുന്നത് അവിടെ ജാതി മതത്തിന്റെ സിമ്പിൾസോ വസ്ത്രങ്ങളോ ഒന്നും അണിഞ്ഞിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇതാണ് ആ ഒരു ഈ പഴയ സഹപാഠിയെ കുറിച്ചുള്ള ചെറിയൊരു ചരിത്രം. ഇത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ഓടിച്ചു പറഞ്ഞത്. അപ്പൊ ആ സഹപാഠി തന്നെ വീട്ടിലോട്ട് വരട്ടെ, സന്തുഷ്ടമായ ശബ്ദത്തിൽ. അയാൾ മദ്യവിമുക്തനായിരുന്നു. ന്യൂയോർക്കിൽ മദ്യപിക്കാതെ അയാൾ എത്തുമെന്ന് വർഷങ്ങളായി എനിക്കറിയില്ലായിരുന്നു. അപ്പൊ അത് ബിൽ ഡബ്ല്യു അത്ഭുതപ്പെടാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പം ഈ ഹി വാസ് സോബർ, അദ്ദേഹം മദ്യമുക്തനായിരുന്നു, അങ്ങനെയാണ് ഇംഗ്ലീഷ്. ഹി വാസ് സോബർ. അത് അദ്ദേഹത്തിന് അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ്. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരുപാട് കഥകൾ ബിൽ ഡബ്ല്യു, കാരണം നമ്മൾ സഹപാഠികൾ ജയിലിലൊക്കെ ആകുമ്പോൾ നമ്മൾ അറിയുമല്ലോ. അതുപോലെ തന്നെ ബിൽ ഡബ്ല്യു ഈ കഥകളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയാണ് പിന്നെ അവര് തമ്മിൽ ഒരു ഹെലികോപ്റ്റർ ഒക്കെ ഓടിച്ചു പോയതൊക്കെ, ചെറുപ്പകാലത്ത് ഹെലികോപ്റ്റർ ഒക്കെ ഓടിക്കുന്നുണ്ട്. മറ്റേ മാഞ്ചസ്റ്റർ എയർപോർട്ടിലെ ആദ്യത്തെ ഹെലികോപ്റ്റർ ഇവര് മദ്യപിച്ച് ഓടിച്ചുകയും അവിടെ അത് പത്രത്തിലൊക്കെ വന്നുമൊക്കെ ചെയ്താണ്. ഇവിടെ വെച്ചാണ് ഇദ്ദേഹത്തിനെ കാണുന്നത്. അപ്പൊ മദ്യപിച്ച് മതോന്മത്തനത്തിന് പേര് അയാൾ ജയിൽ ശിക്ഷയ്ക്ക് വിധേയനായ എന്ന കിംവദന്തി ഉണ്ടായിരുന്നു. കിംവദന്തി നമ്മൾ നമ്മുടെ കൂട്ടുകാരെ പറ്റി അവിഖ്യാതി കേൾക്കുക, കിംവദന്തി കേൾക്കുക. അയാൾ എങ്ങനെ രക്ഷപ്പെട്ടുവെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ പറഞ്ഞ ആ ചരിത്രം പറയുന്നത് പോലെ അദ്ദേഹം ജയിലിലായിരുന്നു എന്നാണ് ബിൽ ഡബ്ല്യു വിചാരിച്ചിരുന്നത്. ഇപ്പോൾ എന്നിൽ ഞാൻ കാണാൻ വരട്ടെ എന്ന് ചോദിക്കുന്നത്. അയാൾക്ക് ഡിന്നർ കൊടുക്കുകയും അയാളോടൊത്ത് പരസ്യമായി കുടിക്കുകയും ചെയ്യാമെന്ന് ഞാൻ കരുതി. അപ്പൊ ബിൽ ഡബ്ല്യുവിന്റെ വിചാരം വരട്ടെ, കൂട്ടുകാരൻ വരട്ടെ, ഡിന്നർ കൊടുക്കണം, അവന്റെ ഒപ്പം ഇരുന്ന് കുടിക്കാം. അയാളുടെ ക്ഷേമത്തെക്കുറിച്ച് തികച്ചും ഉദാസീനനായിരുന്ന ഞാൻ പോയ കാലങ്ങളിലെ ഹരം വീണ്ടെടുക്കാനാണ് കുതിച്ചത്. പോയ കാലങ്ങളിലെ ഹരം. ഇവിടെയാണ് ഈ പറയുന്ന ഹിസ് കമ്മിങ് വാസ് ആൻ ഒയാസിസ് ഇൻ ദിസ് dreary desert of futility, the very thing on us. Drinkers are like that. അതായത് drinkers are like that എന്നും കൂടി പറയുന്നുണ്ട്. അതായത് പോയ കാലങ്ങളിലെ ഹരം വീണ്ടെടുക്കുക. നമ്മളെപ്പോഴും കുടിച്ചുകൊണ്ടിരുന്നത്, പണ്ട് കുടിച്ചുകൊണ്ടിരുന്ന നല്ല കാലങ്ങൾ ഓർത്തിട്ടാണ്. നമ്മൾ ഒരിക്കലും നമുക്ക് കുടിച്ചിട്ടുണ്ടായ പ്രശ്നങ്ങളെ ഓർത്തിട്ട് നമ്മൾ കുടിച്ചിട്ടില്ല. നമ്മൾക്ക് കൂട്ടുകാരോടൊപ്പം സുഖമായിരുന്നു കുടിച്ചതും ഒന്നിച്ചിരുന്ന് നല്ല രീതിയിൽ പോയതൊക്കെയാണ് അതിനകത്ത് പറയാം. അപ്പൊ ഇവിടെ നമുക്ക് ഏകദേശം ഈ ബിൽ ഡബ്ല്യുവിന്റെ എൻഡ് ഓഫ് പാർട്ട് 1 എന്നാണ് എന്നോട് എന്റെ സ്പോൺസർ പറഞ്ഞിട്ടുള്ളത്. ഇത് അദ്ദേഹത്തിന്റെ ഒരു ഭാഗമാണ്, ആദ്യത്തെ ഭാഗമാണ്. അടുത്ത് വായിക്കാമോ? ആ സമയത്തേക്ക് ഓക്കെ, ഞാൻ വായിക്കാം. ആ സമയത്തേക്ക് മധുരോത്സവം പൂർത്തീകരിക്കാൻ ശരിക്കും ഒരു സങ്കല്പ വിമാനം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നിഷ്ഫലതയുടെ വരണ്ട ഈ ഭൂമിയിൽ ഒരു മച്ച പോലെയായ അയാളുടെ വരവ്. അത് തന്നെ ഒരു മരിപ്പച്ച. കുടിയന്മാരൊക്കെ അങ്ങനെയാണ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഇത് അവസാനിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഈ മലയാളം പാരഗ്രാഫുകൾ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടാണ് സംശയം. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ആദ്യത്തെ ഭാഗം. അവിടെ ഒരു വരയിടുവാണെങ്കിൽ എൻഡ് ഓഫ് പാർട്ട് 1 എന്ന് എഴുതി വെച്ചാല് അതാണ്. ഇനി അടുത്ത പാർട്ട് 2 ആണ്. അപ്പൊ പറഞ്ഞോളൂ. വാതിൽ തുറന്നു. വാതിൽ തുറന്നു. പുതുമയാർന്നും തിളക്കത്തോടും അയാൾ നിൽക്കുന്നു. അയാളുടെ കണ്ണുകൾക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നി.
അയാൾ അവാച്യമായ തോതിൽ വ്യത്യസ്തനായിരുന്നു എന്നാണ് സംഭവിച്ചിട്ടുണ്ടാവുക. ഞാൻ മേശക്കരികിലൂടെ ഒരു പെഗ് അയാൾക്ക് നീട്ടി. അയാൾ അത് നിരസിച്ചു. നിരാശ തോന്നിയെങ്കിലും ജിജ്ഞാസയോടെ ഇയാൾക്ക് എന്തു പറ്റി എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. അയാൾ നേരത്തെ ഉണ്ടായിരുന്ന ആളായിരുന്നില്ല. വരൂ, ഇതെന്താണ് ഇങ്ങനെയൊക്കെ? ഞാൻ ചോദിച്ചു. അയാൾ എൻ്റെ നേരെ നോക്കി ലളിതമായി എന്നാൽ പുഞ്ചിരിയോടെ പറഞ്ഞു, എനിക്ക് മതമുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ അതാണ് കാര്യം. കഴിഞ്ഞ വേനലിൽ ഒരു കുടിഭ്രാന്തൻ, ഇപ്പോൾ അല്പം മതഭ്രാന്തുള്ളവൻ. ഇയാൾക്ക് അതേ തിളങ്ങുന്ന കണ്ണുകളോടെയുള്ള ഭാവം തന്നെ. തീർച്ചയായും അയാൾ ആകെ കുഴപ്പത്തിൽപ്പെട്ടിരിക്കുന്നു എന്നത് ശരി തന്നെ. അയാളുടെ ഹൃദയം അനുഗ്രഹീതമാവട്ടെ. അയാൾ ചിലച്ചോട്ടെ. എന്തായാലും എൻ്റെ ബിയർ അയാളുടെ വേദോപദേശങ്ങളെക്കാൾ കൂടുതൽ സമയത്തേക്കുണ്ട്. ഓക്കെ, അപ്പം വാതിൽ തുറന്നു. ദ ഡോർ ഓപ്പൺ ആൻഡ് ദ സ്റ്റുഡ് ദയർ ഫ്രഷ് സ്കിന്നഡ് ആൻഡ് ഗ്ലോയിങ്. അപ്പൊ ഈ പറയുന്ന എബിയുടെ മുഖത്തുണ്ടാകുന്ന 2-3 മാസം കൂടി നിർത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടാകുന്ന ഒരു ഇതിനെ പറ്റിയാണ് പറയുക. അപ്പോൾ there was something about his eyes. He was inexplicably different. What had happened? And I pushed a drink across the table. അപ്പൊ അവനൊരു മദ്യം വെച്ച് നീട്ടുന്നുണ്ട്. അയാൾ ഇത് കുടിച്ചോണ്ടിരിക്കുകയാണ് BW. പക്ഷെ അദ്ദേഹം നിരസിക്കുന്നുണ്ട്. അയാൾ നേരത്തെ ഉണ്ടായിരുന്ന ആളല്ല. അയാൾക്കൊരു മാറ്റം വന്നിരിക്കുന്നു, ഒരു സൈക്കിക് ചേഞ്ച് വന്നിരിക്കുന്നു, മാനസികമായിട്ടുള്ള മാറ്റം വന്നിരിക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി. അയാൾ നേരത്തെ ആളായിരുന്നില്ല. വരൂ, എന്താണ് ഇതൊക്കെ? ഞാൻ ചോദിച്ചു. അയാൾ എന്റെ നേരെ നോക്കി ലളിതമായി പറഞ്ഞു, എനിക്കൊരു മതമുണ്ട്. അപ്പൊ ഐ വാസ് ഷോക്ക്ഡ് എന്നാണ് BW പറയുന്നത്. അതായത് പണ്ട് ആൽക്കഹോളിക് ആയിരുന്നു, ഇപ്പോ റിലീജിയൻ മതവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ജീവിക്കുകയാണ്. ഹി ഹാഡ് ദാറ്റ് സ്റ്റാറി ഐഡ് ലുക്ക്. യെസ്, ദ ഓൾഡ് ബോയ് വാസ് ഓൺ ഫയർ ഓൾ റൈറ്റ്, ബട്ട് ബ്ലസ് ഹിസ് ഹാർട്ട്, ലെറ്റ് ഹിം റാൻ ബിസൈഡ്സ് മൈ ജിൻ വുഡ് ലാസ്റ്റ് ലോങ്ങർ ദാൻ ഹിസ് പ്രീച്ചിങ്. അപ്പോ ഇവിടെ ഒരു സുവിശേഷ പ്രസംഗത്തിനുള്ള ഒരാള്, അതായത് ഒരിക്കൽ കുടിയൊക്കെ കഴിഞ്ഞ് കുടിയെല്ലാം നിർത്തിയതിന് ശേഷം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പലരും ഈ സുവിശേഷ പ്രസംഗകരെ പോലെ പ്രസംഗിക്കുന്നത്. അപ്പൊ BW വരൂ, എന്താണ് ഇതൊക്കെ? ഞാൻ ചോദിച്ചു. അയാൾ എന്റെ നേരെ ലളിതമായി എന്നാൽ പിന്നീട് എനിക്ക് മതമുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. ഒരു കുടിഭ്രാന്തൻ, ഒരു കാലത്ത് കുടിഭ്രാന്തനായിരുന്നു, ഇപ്പൊ മതഭ്രാന്തനായി. അപ്പോ അദ്ദേഹം അയാൾ ചിലച്ചോട്ടെ എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ പ്രീച്ചിങ് ഒരു അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മളെ പോലുള്ള മധ്യാസക്തരുടെ ഇടയിൽ സുവിശേഷവൽക്കരണം അല്ലെങ്കിൽ സുവിശേഷ പ്രഘോഷകനെ പോലെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അൺഅക്സെപ്റ്റബിൾ ആണ്. അപ്പൊ അതാണ് അവിടെ പറഞ്ഞത്, അയാൾ ചിലച്ചോട്ടെ. അപ്പൊ ചിലച്ചോട്ടെ, എന്റെ ബിയർ അയാളുടെ വേദോപദേശങ്ങളെക്കാൾ കൂടുതൽ സമയത്തേക്കുണ്ട്. അപ്പൊ ഒരു വേദോപദേശം അല്ലെങ്കിൽ ഒരു സുവിശേഷവൽക്കരണം ചെയ്യാൻ വരുന്ന ഒരാളെ പോലെയാണ് യഥാർത്ഥത്തിൽ BW തോന്നുന്നത്. അപ്പൊ അത് BW തോന്നലാണ്. അത് അടുത്ത ഭാഗം വായിക്കാം. പക്ഷേ അയാൾ ഒന്നും പുലമ്പിയില്ല. കാര്യം മതപ്രസക്തമായ നിലപാടിൽ തന്റെ ജയിൽ ശിക്ഷ റദ്ദാക്കണമെന്ന് ജഡ്ജിയെ പ്രേരിപ്പിച്ചുകൊണ്ട് കോടതിയിലെത്തിയ 2 ആളുകളെ പറ്റി അയാൾ പറഞ്ഞു. അവർ ലളിതമായൊരു മതാനുഷ്ഠാന പദ്ധതിയെപ്പറ്റിയും ഒരു പ്രവർത്തന പരിപാടിയെക്കുറിച്ചും പറഞ്ഞു. അത് 2 മാസത്തിനു മുമ്പായിരുന്നു. ഫലം സുവ്യക്തമായിരുന്നു. അത് ഫലിച്ചു. അയാൾ വന്നിരിക്കുന്നത് അയാളുടെ അനുഭവം എനിക്ക് പകർന്നു തരുന്നതിനാണ്. എന്നെനിക്കു വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷോക്കേറ്റ പോലെ ആയെങ്കിലും ഞാൻ അതിൽ തൽപരനായി. തീർച്ചയായും ഞാൻ താല്പര്യമുള്ളവനായിരുന്നു. എനിക്ക് അങ്ങനെ ആകേണ്ടതുണ്ടായിരുന്നു, കാരണം ഞാൻ പ്രതീക്ഷയറ്റവനായിരുന്നു. മണിക്കൂറുകളോളം. പക്ഷെ അയാൾ ഒന്നും പുലമ്പിയില്ല. BW ചിന്തിച്ച പോലെ ഒന്നും അയാൾ സംസാരിച്ചില്ല. കാര്യമാത്ര പ്രസക്തമായ നിലയിൽ തന്റെ ജയിൽ ശിക്ഷ റദ്ദാക്കുന്ന ജഡ്ജിയെ പ്രേരിപ്പിച്ചുകൊണ്ട് കോടതിയിലെത്തിയ 2 ആളുകളെ പറ്റി അയാൾ പറഞ്ഞു. അതായത് നമുക്കറിയാം, ഞാൻ ചുരുപ്പ് പറഞ്ഞ സീബ്ര ഗ്രേവ്സ് എന്ന് പറയുന്ന ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ മെമ്പറും റോളണ്ട് ഹസാർഡും ഷെപ്പേർഡ് എന്ന് പറയുന്ന മറ്റൊരു മെമ്പർ, 3 പേര് കൂടിയാണ് അവർക്ക് ഇദ്ദേഹത്തിനെ മോചിപ്പിക്കാനായിട്ട് പോകുന്നത്. അതിനെപ്പറ്റി പറഞ്ഞു.
അവർ ലളിതമായ ഒരു മതാനുഷ്ഠാന പദ്ധതിയെ പറ്റി പറഞ്ഞു. ഇപ്പൊ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പൊ പ്രവർത്തന പരിപാടിയെ കുറിച്ചാണ് പറഞ്ഞത്. 2 മാസത്തിന് മുമ്പായിരുന്നു അത്. ഫലം സുവ്യക്തമായിരുന്നു. അത് ഫലിച്ചു. അതായത് 2 മന്ത്സ് സോബറാണ് എബി ഇവിടെ വരുമ്പോ. അപ്പൊ ഉം, ആ, അദ്ദേഹം 6 പടികൾ എടുത്തതിന് ശേഷമാണ് ഇവിടെ എത്തുക. ആ സ്പിരിച്വൽ അവേക്കനിങ്ങിന് ശേഷമാണ്, ആത്മീയ ഉണർവുണ്ടായതിനു ശേഷമാണ് ബിൽഡബ്ല്യുവിന്റെ അടുത്ത് എത്തുന്നതെന്നും കൂടി അവിടെ വന്നി അയാൾ വന്നിരിക്കുന്ന അയാളുടെ അനുഭവം എനിക്ക് പകർന്നു തരുന്നതാണ്. അപ്പൊ അനുഭവങ്ങൾ പകർന്നു കൊടുക്കുക. ഹി ഹാഡ് ടു കംസ് ടു പാസ് ഹിസ് എക്സ്പീരിയൻസ് അലോങ് ടു മീ. നമുക്കറിയാം, ബിൽ ഡബ്ല്യു ഡോക്ടർ ബോബിനെ കാണാൻ പോയപ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല, എന്നെ സഹായിക്കാനാണ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മറ്റൊരാൾക്ക് സഹായിക്കുന്നത് നമ്മളെ സഹായിക്കാൻ. ഐ കെയർ ടു ഹാവ് ഇറ്റ്. ഐ വാസ് ഷോക്ക് ബട്ട് ഇൻട്രസ്റ്റഡ്. സട്ടൻലി ഐ വാസ് ഇൻട്രസ്റ്റഡ്. ഐ ഹാഡ് ടു ബി, ഫോർ ഐ വാസ് ഹോപ്പ്ലെസ്. അപ്പൊ ഹോപ്പ്ലെസ് സ്റ്റേജിൽ നിന്ന് ആയതുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു. മണിക്കൂറുകളോളം അയാൾ സംസാരിച്ചു. ശൈശവ ചിന്തകൾ എന്റെ മുന്നിൽ ഉയർന്നു. നിശബ്ദമായ ഞായറാഴ്ചകളിൽ കുന്നിൻ ചെരുവിലെ മതപ്രസംഗികന്റെ ശബ്ദം എന്റെ ചെവിയിൽ പുഴകി. സ്വീകരിക്കുന്നതിനായി അർപ്പിക്കപ്പെട്ടതും ഞാൻ ഒരിക്കലും ഒപ്പിടുവാൻ തയ്യാറാകാത്തതുമുള്ള മദ്യനിയന്ത്രണത്തിലുള്ള പ്രതിജ്ഞകൾ ഞാൻ ഓർത്തു. എന്റെ പിതാമഹന്റെ പള്ളിക്കാരിൽ ചിലരോടും അവരുടെ പ്രവൃത്തികളുടെ സൗമ്യത കലർന്ന വെറുപ്പ് എന്റെ ഓർമ്മയിലെത്തി. ഗോളങ്ങൾക്ക് അവയുടേതായ സംഗീതമുണ്ടെന്ന് അദ്ദേഹത്തിന്റെ നിർബന്ധം. പക്ഷെ അവ എങ്ങനെ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹത്തോട് പറയാനുള്ള മതപ്രാസംഗികന്റെ അവകാശത്തിൽ നിഷേധം. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇതൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ നിർഭയത്വം, ഈ ഗതകാല സ്മരണകളൊക്കെ ഉയർന്നു പൊങ്ങി വന്നു. അവ എന്നെ നിരുദ്ധഖണ്ഡനാക്കി. എബി എന്തോരം സംസാരിച്ചു, എത്ര മണിക്കൂർ സംസാരിച്ചു കൃത്യമായിട്ട് അവൈലബിലിറ്റി ഇല്ല. പക്ഷെ മണിക്കൂറുകളോളം അയാൾ സംസാരിച്ചു. ശൈശവ ചിന്തകൾ എന്റെ മുന്നിൽ ഉയർന്നു വന്നു. അതായത് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ബിൽ ഡബ്ല്യുവിന്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആണ് വരുന്നത്. അന്ന് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന മതപ്രഭാഷകര് ഞായറാഴ്ചകളില് കുന്നിൻ ചെരുവുകളിലെ പള്ളിയിലിരുന്ന് ശബ്ദിക്കുന്ന പല കാര്യങ്ങളൊക്കെ മുഴങ്ങി വന്നുണ്ട്. പിന്നെ അന്നത്തെ കാലത്ത് ഈ മദ്യ നിയന്ത്രണത്തിനുള്ള പ്രതിജ്ഞകൾ എടുത്ത് ഒപ്പിടാറുണ്ടായിരുന്നു. അപ്പൊ പ്രൊഫേർഡ് ടെമ്പറൻസ് പ്ലഡ്ജ് എന്നാണ് ഇവിടെ. പ്രൊഫേർഡ് ടെമ്പറൻസ് പ്ലഡ്ജ്, അതായത് പള്ളിയിലെ അംഗങ്ങൾ ഞങ്ങൾ മദ്യം കഴിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ടുള്ള ഒപ്പിടുകയാണ്. അങ്ങനെ ഒരു പ്രതിജ്ഞയുടെ താഴെ ഒപ്പിടും. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ ഇപ്പൊ ഈ പറയുന്ന മദ്യപാനം നിർത്തിയ ഒരാളാണ്, സ്പിരിച്വൽ അവേക്കനിങ്ങിലൂടെ. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ്. അപ്പൊ പള്ളിക്കാരിൽ ചിലരോടും അവരുടെ പ്രവർത്തനങ്ങളിൽ സൗമ്യത കലർന്ന ഒരു വെറുപ്പ് ഈ ഗ്രാൻഡ് ഫാദറിന് സൗമ്യത കലർന്ന വെറുപ്പ് എന്നാണ് വെച്ചാൽ അദ്ദേഹം അഗ്രസീവ് ആയിരുന്നില്ല. പള്ളിയിലൊക്കെ പോകുമായിരുന്നു, പക്ഷെ ഇതിനകത്ത് ചില മുറിവുറുപ്പുകൾക്കൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പൊ ബട്ട് ഹിസ് ഡിനയൽ ഓഫ് ദ പ്രീച്ചേഴ്സ് റൈറ്റ് ടു ടെൽ ഹിം ഹൗ ഹി മസ്റ്റ് ലിസൺ. പക്ഷെ അദ്ദേഹം അവരുടെ കേട്ടിരുന്നു. ശ്രദ്ധിക്കണം, അവർ പറയുന്നത് ശ്രദ്ധിക്കണമെന്നുള്ളത് അല്ല, അതായത് മതപ്രസംഗികര് പ്രസംഗിക്കുമ്പോൾ അത് കേൾക്കാതിരിക്കാനുള്ള അവകാശത്തിനുള്ള നിഷേധം, മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇതൊക്കെ പറഞ്ഞപ്പോഴുള്ള അദ്ദേഹത്തിന്റെ നിർഭയത്വം. അപ്പൊ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇതൊക്കെ ഈ ഗ്രാൻഡ് പേരന്റ് ഇദ്ദേഹത്തിനോട്, അതായത് മുത്തച്ഛൻ ബിൽ ഡബ്ല്യുവിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് വേണം അവിടുന്ന് മനസ്സിലാക്കാൻ. അതായത് മതപ്രാസംഗികന്റെ അവകാശത്തോടുള്ള നിഷേധം, മരിക്കുന്ന തൊട്ടും അതൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ നിർഭയത്വം. ഇപ്പൊ നിർഭയം കൂടാതെ അദ്ദേഹം പറഞ്ഞു എന്ന് ഇതൊക്കെ ഒപ്പിങ്ങി വന്നു. അത് നിരുദ്ധ ഖണ്ഡനാക്കി എന്നാണ് അദ്ദേഹം പറയാ. അടുത്ത വായിക്കാം. പഴയ വിഞ്ചസ്റ്റർ കത്തീഡ്രലിലെ ആ യുദ്ധകാല ദിവസം വീണ്ടും മനസ്സിലേക്ക് ഓടിയെത്തി. എന്നേക്കാൾ വലിയ ഒരു ശക്തിയിൽ ഞാനിപ്പോഴും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഞാനെപ്പോഴും ഇവയെപ്പറ്റിയൊക്കെ ചിന്തിച്ചിട്ടുമുണ്ടായിരുന്നു. ഞാനൊരു നിരീശ്വരവാദിയായിരുന്നില്ല. യഥാർത്ഥത്തിൽ ആരും അങ്ങനെയല്ല. കാരണം അതിൻ്റെ അർത്ഥം ഈ പ്രപഞ്ചം ഉടലെടുത്തത് ശൂന്യതയിൽ നിന്നാണെന്നും അതെങ്ങോട്ടൊന്നില്ലാത്ത പാഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുമുള്ള വിചിത്രമായ ആശയത്തിലുള്ള അന്ധമായ വിശ്വാസം എന്നാണ്. ഭൗതിക നായകന്മാരും രസതന്ത്രജ്ഞന്മാരും ജ്യോതിശാസ്ത്രജ്ഞന്മാരും പരിണാമവാദികൾ പോലും പ്രവർത്തനക്ഷമവും വിപുലവുമായ പല നിയമങ്ങളെയും ശക്തികളെപ്പറ്റിയും പറഞ്ഞിട്ടുണ്ട്. വിരുദ്ധമായ സൂചനകൾ ഉണ്ടായിരുന്നിട്ട് കൂടിയും എല്ലാറ്റിനും താഴെ കുടികൊള്ളുന്ന ഒരു ശക്തമായ ഉദ്ദേശത്തെക്കുറിച്ചും താളക്രമത്തെക്കുറിച്ചും എനിക്ക് സംശയമേ ഉണ്ടായിരുന്നില്ല. മാറ്റാൻ കഴിയാത്തതും സംക്ഷിപ്തവുമായ നിയമങ്ങൾ യാതൊരു ബുദ്ധികൂർമ്മതയുമില്ലാത്ത
ഉണ്ടാവുക എന്നത് എങ്ങനെ സംഭവിക്കാനാണ്? പരിധിയും സമയവും അറിയാത്ത ഒരു പ്രപഞ്ചശക്തിയിൽ എനിക്ക് തികച്ചും വിശ്വസിക്കേണ്ടി വന്നു. പക്ഷേ അത്രമാത്രമേ ഞാൻ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ. വൈദികന്മാരും ലോകത്തിലെ മതങ്ങളുമായുള്ള എൻ്റെ ബന്ധം അവിടം കൊണ്ട് അവസാനിച്ചു. അവരെന്നോട് സ്നേഹസ്വരൂപനും അമാനുഷിക ശക്തിയും വഴികാട്ടിയുമായ ദൈവത്തെക്കുറിച്ച് വ്യക്തമായി സംസാരിച്ചപ്പോൾ ഞാൻ വെറുപ്പുള്ളവനായി മാറുകയായി. അത്തരമൊരു സിദ്ധാന്തത്തിനെതിരെ ഞാൻ മനസ്സ് കൊട്ടിയടക്കുകയും ചെയ്തു. ഓക്കെ. അപ്പൊ എന്നേക്കാൾ ഒരു വലിയ ശക്തി ഞാൻ എപ്പോഴും വിശ്വസിച്ചിട്ടുണ്ട്. അപ്പൊ സ്റ്റെപ്പ് 2 ബിൽഡബ്ല്യുവിന്റെ ഒരു സ്റ്റെപ്പ് 2 അവിടെ തുടങ്ങുകയാണ് അല്ല, ഒരു സ്പിരിച്വാലിറ്റി. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു ലൈൻ, അതായത് അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹത്തിന് ഓർമ്മ വന്നെങ്കിലും ഇവിടെ ഇതിനകത്ത് ദേ മേഡ് മീ സോളോ ഹാർഡ് എന്നാണ്, അതായത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാക്കി തീർന്നു എന്നുള്ളതാണ്. പക്ഷെ ദാറ്റ് വാട്ടർ ഡേ ഇൻ ഓൾഡ് മാഞ്ചസ്റ്റർ കത്തീഡ്രൽ കെയിം ബാക്ക് ഇൻ. ഇവിടെ നമുക്ക് ഓർക്കാം, നമ്മൾ പണ്ട് അല്ല കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ് ആ വിഞ്ചസ്റ്റർ കത്തീഡ്രലിലെ ഒരു സൈനികന്റെ, ഒരു ഗ്രനേഡിയർ, അതായത് കൈകൊണ്ട് ഗ്രനേഡ് എറിയാൻ പ്രാഗൽഭ്യമുള്ള ഒരു പട്ടാളക്കാരൻ കോൾഡ് ബിയർ കഴിച്ച് മരിച്ചു പോയതിന്റെ ഇത് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ആത്മീയ അനുഭവം ഉണ്ടാകുന്നതായിട്ടും, അല്ലെങ്കിൽ ഒരു തോട്ട് ഉണ്ടാകുന്നതൊക്കെ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ്. അപ്പോൾ പഴയ വിഞ്ചസ്റ്റർ കത്തീഡ്രലിലെ യുദ്ധകാല ദിവസം വീണ്ടും മനസ്സിലേക്ക് ഓടിയെത്തി. അപ്പൊ ബൈബിളിന്റെ ഈ എബി വന്നപ്പോ അത് ഓടിയെത്തുകയാണ്. അതായത് എന്നേക്കാൾ ഒരു വലിയ ശക്തിയിൽ ഞാൻ എപ്പോഴും വിശ്വസിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഇവയെ പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു നിരീശ്വരവാദി ആയിരുന്നില്ല. അപ്പൊ അവിടെ അങ്ങനെ ഒരു കാര്യം പറയാം. ഞാനൊരു നിരീശ്വരവാദി ആയിരുന്നില്ല. നിരീശ്വരവാദി എന്ന് പറഞ്ഞാല് ദൈവമോ ദൈവങ്ങളോ ഉണ്ടെന്ന് തെളിവുണ്ടെങ്കിൽ വിശ്വസിക്കാമെന്ന് പറയുന്നു. തെളിവുകൾ ഉണ്ടെങ്കിൽ വിശ്വസിക്കാമെന്ന് പറയുന്നവരെയാണ് നമ്മൾ നിരീശ്വരവാദികൾ എന്ന് പറയുന്നത്. അവർ ഈശ്വരൻ ഇല്ല എന്നല്ല പറയുന്നത്. ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ ഉപരി തെളിവുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കാം, അങ്ങനെയുള്ളവരെയാണ്. നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയണ്ട. ഞാൻ അതിനെ പറ്റി ഒരു ചെറിയ ഇത് പറഞ്ഞു മാത്രം. അപ്പം ഐ ഹാഡ് still believed in power greater than myself. അപ്പൊ സ്റ്റെപ്പ് 2, few people really are for that means blind faith of the strange proposition that his universe originated in zero. അപ്പൊ ചില ആൾക്കാർ ഈ പ്രപഞ്ചം ഉടലെടുത്തത് ശൂന്യതയിൽ നിന്നാണ്, അതുമാത്രമല്ല അത് എങ്ങോട്ട് നിന്ന് പാഞ്ഞുകൊണ്ടിരിക്കണം, വിചിത്രമായ ആശയത്തിനുള്ള അന്ധമായ വിശ്വാസം എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന് ഭൗതിക നായകന്മാരും രസതന്ത്രജ്ഞന്മാരും ജ്യോതിശാസ്ത്രജ്ഞന്മാരും പരിണാമവാദികൾ പോലും പ്രവർത്തനക്ഷമവും വിപുലവുമായ പല നിയമങ്ങളെ പറ്റിയും ശക്തികളെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് my intellectual heroes, the chemists, the astronomers, even the evaluationists suggested vast laws and forces at work. അതായത് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായതിനെ കുറിച്ച് പല ആശയങ്ങളും നമുക്കുണ്ട്. വിരുദ്ധമായ സൂചന ഉണ്ടായിരുന്നതോടുകൂടിയും എല്ലാത്തിനും താഴെ കുടികൊള്ളുന്ന ഒരു ശക്തമായ ഉദ്ദേശത്തെക്കുറിച്ചും താളക്രമത്തെക്കുറിച്ചും എനിക്ക് സംശയമേ ഉണ്ടായിരുന്നില്ല. മാറ്റാൻ കഴിയാത്തതും സംക്ഷിപ്തവുമായ നിയമങ്ങൾ യാതൊരു ബുദ്ധികൂർമ്മതയും ഇല്ലാതെ ഉണ്ടാവുക എന്നതിനെ പറ്റിയാണ്. പരിധിയും സമയമോടെ ഒരു പ്രപഞ്ചശക്തിയിൽ എനിക്ക് തികച്ചും പക്ഷെ അത് മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. അപ്പൊ ഒരു പ്രപഞ്ചശക്തിയില് സ്റ്റെപ്പ് 2, ഒരു പ്രപഞ്ചശക്തിയിലേക്ക് വിശ്വസിക്കേണ്ടതുമായിട്ട് വന്നു. ഇത് നമ്മള് സ്റ്റെപ്പ് 2ന്റെ ഒരു ഭാഗമായിട്ട്, അല്ലെങ്കിൽ ബിൽഡബ്ല്യുവിന്റെ സ്റ്റെപ്പ് 2 എടുത്തതിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. പിന്നെ വൈദികരും ലോകത്തിലുള്ള മതങ്ങളുടെ എന്റെ ബന്ധം അവിടെ കൊണ്ട് അവസാനിച്ചു. അവരെന്നോട് സ്നേഹസ്വരൂപം മാറി. അത്തരമൊരു സിദ്ധാന്തത്തിന് ഞാൻ മനസ്സുകൊട്ടി അടയ്ക്കുകയും ചെയ്തു. അതായത് ഇവിടെ നമ്മുടെ ഈ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളോടും വിത്ത് മിനിസ്റ്റേഴ്സ് ആൻഡ് ദ വേൾഡ്സ് റിലീജിയൻസ്, അതായത് പുരോഹിതരോടും ലോകത്തിലെ മതങ്ങളോടും ഐ പാർട്ടഡ് റൈറ്റ് ദെയർ എന്ന് വെച്ചാൽ അവിടെ നിന്ന് മാറി നിന്നു, ആ ബന്ധം അവസാനിച്ചു എന്നാണ്. അതായത് പാർട്ടീഷൻ ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ അതിർത്തിയൊക്കെ കെട്ടിയടക്കണ പോലെ കെട്ടിയടച്ചു. വെൻ ദേ ടോക്ക്ഡ് ഓഫ് എ ഗോഡ് പേഴ്സണൽ ടു മീ ഹു വാസ് ലവ്, സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ, ഐ ബിക്കേം ഇറിറ്റേറ്റഡ് ആൻഡ് മൈ മൈൻഡ് സ്നാപ്ഡ് ഷട്ട് അഗൈൻസ്റ്റ് വിച്ച് സച്ച് എ തിയറി. അപ്പൊ അവര് പറയുന്നത് വെച്ചാൽ സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് എന്നാണ്. അതായത് സൂപ്പർമാനെ പോലുള്ള ദൈവങ്ങള് അവരെ നിയന്ത്രിക്കുന്നു, അങ്ങനെയുള്ള അതൊക്കെ പലപ്പോഴും ഇറിറ്റേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇറിറ്റേറ്റഡ് ആൻഡ് മൈ മൈൻഡ് സ്നാപ്ഡ് ഷട്ട് അഗൈൻസ്റ്റ് സച്ച് എ തിയറി. അത്തരം കാര്യങ്ങളോട് ഞാൻ കൊട്ടിയടിക്കാം. അപ്പൊ അടുത്ത വരി, ടു ക്രൈസ്റ്റ് ഐ കൺസീൽഡ്, അതായത് ക്രിസ്തുവിന് അദ്ദേഹത്തിന്റെ അവകാശികളായിരുന്നവരെ പിന്തുടരാതെ തന്നെ മഹാനായ മനുഷ്യൻ എന്ന പദവി ഞാൻ കൽപ്പിച്ചു കൊടുത്തിരുന്നു. അതായത് ക്രിസ്ത്യാനിറ്റി, അപ്പൊ നമുക്കറിയാം അന്ന് അമേരിക്കയില് ഒരു മേജർ ആയിട്ടുള്ള റിലീജിയൻ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി ആയിരിക്കണം. മറ്റു മതങ്ങൾ അവിടെ ഉണ്ടായിരിക്കാം, പക്ഷെ മേജർ പങ്ക് ക്രിസ്ത്യൻ എന്ന് പറയുന്ന റിലീജിയനാണ്.
ടു ക്രൈസ്റ്റ് ഐ കൺസീൽഡ് ദ സർട്ടനിറ്റി ഓഫ് എ ഗ്രേറ്റ് മാൻ. അതായത് ക്രിസ്തുവിനെ ഞാൻ വലിയൊരു മനുഷ്യനായിട്ട് കാണുന്നുണ്ട്, മഹാനായ മനുഷ്യൻ തന്നെ. ആ പദവി അയാൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ക്രിസ്തുവിന്റെ അവകാശികളാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഫോളോവേഴ്സിനെ ഞാൻ അധികം പിന്തുടർന്നിട്ടില്ല എന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത്. ടു ക്രൈസ്റ്റ് ഐ കൺസിഡർഡ് ദ സർട്ടനിറ്റി ഓഫ് എ ഗ്രേറ്റ് മാൻ, നോട്ട് ടു ക്ലോസ്ലി ഫോളോഡ് ബൈ ദോസ് ഹു ക്ലെയിംഡ് ഹിം. അതായത് അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്നവരെ എന്ന് വെച്ചാൽ പലപ്പോഴും നമുക്ക് അവരുടെ പുരോഹിതന്മാർക്കും മറ്റുള്ളവർക്കും ഉള്ള പല പ്രശ്നങ്ങളെയും അദ്ദേഹത്തിനെ അലട്ടിയിരുന്നിരിക്കാം. അദ്ദേഹത്തിന്റെ ധാർമ്മിക ബോധങ്ങൾ ഏറ്റവും വൈശിഷ്ട്യമാണ്. അതായത് ക്രിസ്തുവിന്റെ ധാർമ്മിക ബോധ്യങ്ങൾ, ഹിസ് മോറൽ ടീച്ചിങ് മോസ്റ്റ് എക്സലന്റ് എന്നാണ് ഇംഗ്ലീഷ് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സൗകര്യപ്പെടുത്തുമെന്ന് തോന്നുകയും വലിയ ബുദ്ധിമുട്ടിലെന്ന് കാണപ്പെടുകയും ആയ ഭാഗങ്ങൾ ഞാൻ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ശേഷിച്ചത് ഞാൻ നിരാകരിച്ചു. അതായത് അവിടെ നിന്ന് എടുക്കാവുന്ന നല്ല കാര്യങ്ങളെല്ലാം അദ്ദേഹം എടുത്തിട്ടുണ്ട്. ദ റെസ്റ്റ് ഐ ഡിസ്റിഗാർഡഡ് എന്നുള്ള രീതിയിലാണ്. അപ്പം പ്രീച്ചിങ് അത് ഇഗ്നോർ ചെയ്തു, അദ്ദേഹത്തിനെ ഇറിറ്റേറ്റ് ചെയ്തു. പലപ്പോഴും അദ്ദേഹം പറയുന്നത് ആൽക്കഹോളിക്കിന്റെ അടുത്ത് ഈ പ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കഹോളിക്കിന് മരണത്തിലേക്ക് നയിക്കുന്നതാണ്. അപ്പം ക്ലോസ് മൈൻഡഡ് ആയിരുന്നു. രണ്ടാമത്തെ പടിയിലെത്തുമ്പോൾ അതൊരു ബാരിയേഴ്സ് ഉണ്ടായിരുന്നു. ഒരു ഡെവലപ്പിംഗ് പവർ ഗ്രേറ്ററാണ് അവർ സെൽസ് എന്ന ഡെവലപ്പിംഗിലേക്ക് വരുന്നുള്ളൂ. അപ്പം മതപരമായ തർക്കങ്ങൾ അവിടെ മുതൽ വായിക്കാവോടാ റോമൽ. മതപരമായ തർക്കങ്ങൾ, രഥപ്പെടുത്തിയ യുദ്ധങ്ങളും തീവെപ്പുകളും കള്ളത്തെളിവുകൾ നൽകുന്നതുമെല്ലാം എന്നെ ഭഗ്നാശയനാക്കി. തുലനം ചെയ്തു നോക്കുമ്പോൾ മാനവരാശിയുടെ മതങ്ങളേതെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ എന്ന് നിർവ്യാജമായും ഞാൻ സംശയിച്ചു. യൂറോപ്പിൽ ഞാൻ കണ്ടതും അതിനുശേഷവുമുള്ള കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ മനുഷ്യരുടെ കാര്യങ്ങളിൽ ദൈവത്തിനുള്ള ശക്തി തുച്ഛവും മനുഷ്യ സാഹോദര്യം എന്നത് പരിഹാസ്യവുമായിരുന്നു. ചെകുത്താൻ എന്നൊന്നുണ്ടായിരുന്നെങ്കിൽ അവർ പ്രപഞ്ചത്തിന്റെ യജമാനായി കാണപ്പെട്ടു. എൻ്റെ കാര്യത്തിൽ തീർച്ചയായും അവൻ എന്നെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സുഹൃത്തിനു തൻ്റെ കാര്യത്തിൽ ചെയ്യാൻ കഴിയാതിരുന്നത് അവനു വേണ്ടി ദൈവം ചെയ്തു കൊടുത്തു എന്ന് പച്ചയായി പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ എൻ്റെ മുമ്പിലിരുന്നു. അവൻ്റെ മാനുഷികമായ മനഃശക്തി പരാജയപ്പെട്ടു. ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്തവനെന്ന് അവനെ ഡോക്ടർ വിധിയെഴുതി. സമൂഹം അവനെ തടവിലാക്കുന്ന വക്കോളമെത്തി. എന്നെ പോലെ തന്നെ അവൻ പരിപൂർണ പരാജയം ഏറ്റുസമ്മതിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൻ ഫലത്തിൽ മരണത്തിൽ നിന്ന് ഉയർത്തപ്പെട്ടിരിക്കുന്നു. അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജീവിതത്തിലേക്ക് ചവറ്റുകൂമ്പാരത്തിൽ നിന്ന് പെട്ടെന്ന് വലിച്ചുയർത്തപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോ മതപരമായ തർക്കങ്ങൾ. അപ്പൊ ദ വാർസ് വിച്ച് ഹാഡ് ബീൻ ഫൗട്ട് ദ ബേണിങ്സ് ആൻഡ് ചിക്കനറി ദാറ്റ് റിലീജിയസ് ഡെസ്യൂറ്റ് ഹാഡ് ഫാസിനേറ്റഡ്. അപ്പം മതപരമായ തർക്കങ്ങൾ തരപ്പെടുന്ന യുദ്ധങ്ങളും തീവെപ്പുകളും കള്ളത്തെളിവുകളും നൽകലുമെല്ലാം എന്നെ ഭഗ്നശയനാക്കി. അതായത് ദൈവത്തിലൊഴുക്കി വിശ്വസിക്കുന്നതിലേക്ക് തുലനം ചെയ്തു നോക്കുമ്പോൾ മാനവരാശിയുടെ മതങ്ങൾ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ എന്ന് നിർവ്യാജമായും ഞാൻ സംശയിച്ചു. കാരണം ഈ വാറുള്ളതുകൊണ്ട്, അതുകൊണ്ടാണ് സംശയിച്ചത്. യൂറോപ്പിൽ ഞാൻ കണ്ടതും അതിനുശേഷമുള്ള കാര്യങ്ങൾ വിലയിരുത്തുമ്പോഴും മനുഷ്യരുടെ കാര്യങ്ങളിൽ ദൈവത്തിനുള്ള ശക്തി തുച്ഛവും മനുഷ്യ സാഹോദര്യം എന്നത് പരിഹാസവുമായിരുന്നു. ചെകുത്തൻ എന്നൊന്നുണ്ടായിരുന്നെങ്കിൽ അവൻ പ്രപഞ്ചത്തിന്റെ യജമാനായി കാണപ്പെട്ടു. എന്റെ കാര്യത്തിൽ തീർച്ചയായും അവൻ എന്നെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹം മറ്റേ യൂറോപ്പിലെ വാറിന് പോയ കാര്യങ്ങളും ഒക്കെയാണ് പറയുക. അപ്പൊ ഫസ്റ്റ് വേൾഡ് വാറിൽ പങ്കെടുത്തതാണ്, മിലിറ്ററിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹം. അതിനെപ്പറ്റിയാണ് പറയുക. അപ്പൊ if there was a devil, he seemed the boss universal and he certainly had me. അപ്പം ഇവിടെ വെച്ചിട്ട് തന്റെ നിരാശാജനകമായ ഒരു അവസ്ഥയെ പറ്റി ബിൽഡബിളി ചിന്തിക്കുന്നു. അങ്ങനെ ഒരു ചെകുത്താൻ എന്ന് പറഞ്ഞ ഒരാൾ ബോസ് ഉണ്ടെങ്കിൽ അത് എന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഐ ഹോണസ്റ്റ്ലി ഡൗട്ടഡ് വെദർ ഓൺ ബാലൻസ് ദ റിലീജിയസ് ഓഫ് മാൻകൈൻഡ് ഹാഡ് ഡൺ എനി ഗുഡ്. അതായത് ദൈവത്തിനും അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യന്മാർ തമ്മിലുള്ള സ്നേഹത്തിനും എന്തെങ്കിലും വിലയുള്ളതായിട്ട് അദ്ദേഹത്തിന് തോന്നിയില്ല. പിന്നെ അടുത്തത് പറയുന്നത് ബട്ട് മൈ ഫ്രണ്ട് സാറ്റ് ബിഫോർ മീ. എന്റെ കൂട്ടുകാരൻ എന്റെ മുമ്പിൽ ഇരിക്കുന്നു. ആൻഡ് ഹി മേഡ് ദ പോയിന്റ് ബ്ലാങ്ക് ഡിക്ലറേഷൻ ദാറ്റ് ഗോഡ് ഹാഡ് ഡൺ ഫോർ ഹിം ദാറ്റ് വാട്ട് ഹി കുഡ് നോട്ട് ഡു ഫോർ ഹിംസെൽഫ്. അതായത് അവന് വേണ്ടി ദൈവം ചെയ്തു കൊടുത്ത കാര്യങ്ങൾ പച്ചയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ എന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ഹിസ് ഹ്യൂമൻ വിൽ ഹാർഡ് ഫെയിൽഡ്. അതായത് വിൽ പവർ ഫെയിലായി, അദ്ദേഹത്തിന്റെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് കുടി നിർത്താമെന്നുള്ള കാര്യങ്ങൾ ഫെയിലായി. ഡോക്ടേഴ്സ് ഹാഡ് പ്രൊനൗൺസ്ഡ് ഹിം ഇൻക്യൂറബിൾ. അതായത് ഡോക്ടർ പറയുകയാണ് അദ്ദേഹത്തിനോട് ഇൻക്യൂറബിൾ ആണ്, ഹോപ്പ്ലെസ് സ്റ്റേജിലാണ്, ഇൻക്യൂറബിൾ. സൊസൈറ്റി വാസ് അബൌട്ട് ലോക്ക് ഹിം അപ്പ്.
നമുക്കറിയാം അദ്ദേഹത്തിന് ജയിലിൽ അടച്ചു. അവിടെ നിന്നാണ് എബി താച്ചറിനെ റോളണ്ട് കസാർ വിളിച്ചുകൊണ്ടുവന്നത്. അപ്പൊ സൊസൈറ്റി, പൊതുസമൂഹം അദ്ദേഹത്തിനെ ജയിലിൽ അടച്ചു. ലൈക്ക് മൈസെൽഫ് ഹി ഹാഡ് അഡ്മിറ്റഡ് കംപ്ലീറ്റ് ഡിഫീറ്റ്. അപ്പൊ ഇവിടെ സ്റ്റെപ്പ് 1, എബി താച്ചറിന്റെ സ്റ്റെപ്പ് 1 കുറിച്ചാണ് പറയാ. അദ്ദേഹം കംപ്ലീറ്റ് ഡിഫീറ്റ്, തോൽവി സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഹി ഹാഡ് ഇൻഫെക്ട് വിച്ച് റൈസ്ഡ് ഫ്രം ദ ഡെത്ത്. അതായത് മരണത്തിൽ നിന്ന്. ദെൻ ഹി ഹാഡ് ഇൻ എഫക്ട് ബീൻ റൈസ്ഡ് ഫ്രം ദ ഡെഡ്, സഡൻലി ടേക്കൺ ഫ്രം ദ സ്ക്രാപ്പ് ഹീപ് ടു എ ലെവൽ ഓഫ് ലൈഫ് ബെറ്റർ ദാൻ ദ ബെസ്റ്റ് ഹി ഹാഡ് എവർ നോൺ. അപ്പോ മരണത്തിന്റെ കെണിയിൽ നിന്ന്, അല്ലെങ്കിൽ മരണത്തിന്റെ വക്കോളം എത്തിയിരുന്ന, അല്ലെങ്കിൽ സമൂഹം, തടവിലാക്കപ്പെട്ട ബിൽ ഡബ്ല്യുവിനെ പോലെ പരിപൂർണ പരാജയം സമ്മതിക്കേണ്ടി വന്ന അവനെ മരണത്തിൽ നിന്ന് ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജീവിതത്തിലേക്ക് ചവറ്റുകുമ്പാരത്തിൽ നിന്ന് പെട്ടെന്ന് വലിച്ചുയർത്തപ്പെട്ടിരിക്കുന്നു. He shouted great tidings. Level of life better than the best he had ever known. He had this power originated in him. അപ്പൊ ഈ ശക്തി അവന് രൂപം കൊണ്ടതായിരുന്നു. അങ്ങനെ രൂപം കൊണ്ടില്ലായിരുന്നു എന്നത് വ്യക്തമായിരുന്നു. ആ സമയത്ത് എന്നിലുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ശക്തിയൊന്നും അവനിൽ ഉണ്ടായിരുന്നില്ല. അതായത് ബിൽ ഡബ്ല്യുവിന് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ശക്തിയൊന്നും അവനിൽ ഉണ്ടായിരുന്നില്ല. ആ ശക്തി ആകട്ടെ ഒട്ടുമില്ലാത്ത അവസ്ഥയിലായിരുന്നു. അല്ലെങ്കിൽ വിട്ട് പവർ എന്ന് പറഞ്ഞ അവസ്ഥ ഒന്നും ഇല്ലായിരുന്നു. ഹാർഡ് ഇത് പവർ ഒറിജിനേറ്റഡ് ഇൻ ഹിം. അപ്പൊ ഈ പവർ അതെന്നെ തടവ് പറ്റിച്ചു. എന്തുമൊക്കെ ആയാലും മതത്തിന്റെ ആളുകൾ ശരിയാണെന്ന പോലെ കാണപ്പെടാൻ തുടങ്ങി. ഇവിടെ മനുഷ്യ ഹൃദയത്തിൽ അസാധ്യമായത് എന്തോ പ്രവർത്തിച്ചിരുന്നു. അത്ഭുതങ്ങളെ കുറിച്ചുള്ള എന്റെ ധാരണകൾ അപ്പോൾ തന്നെ കീഴ്മേൽ മറിഞ്ഞു, പൂപ്പൽ പിടിച്ചു. കഴിഞ്ഞ കാലത്തെ സാരമാക്കണ്ട. ഇവിടെ ഇതാ ഈ അടുക്കള മേശക്കരികെ നേരിട്ടുള്ള ഒരു അത്ഭുതം ഇരിക്കുന്നു. ഒരുപാട് ഏറ്റമിറക്കങ്ങളെ കുറിച്ച് അവൻ ഉദ്ഘോഷിച്ചു. അതായത് ബിൽ ഡബ്ല്യുവിനോട് ഇവൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നു പോണ എബി എന്ന് പറയുന്ന ആള് 2 മാസം സോബറായതിനു ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത് എത്തുമ്പോ ജയിലിൽ കടന്ന പൊതുസമൂഹം അകറ്റി നിർത്തിയ ആള്, ചവറ്റുകുട്ടയിൽ അകപ്പെട്ട ആള് ഇതേ ഉയർത്തെഴുന്നേരിക്കുന്നു. മരിക്കുമെന്ന് വിചാരിച്ചിരുന്ന ഒരാള് ഇതേ ഉയർത്തെഴുന്നേരിക്കുന്നു. അപ്പോ ഒരാള് മറ്റൊരാളോട് കഥ പറയുമ്പോ അതിന്റെ ആഴത്തിലും വെയിറ്റിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സിൽക്ക് വർത്തിന്റെ ഇതിനകത്ത് പറയുന്നത് ഡെപ്ത് ആൻഡ് വെയിറ്റ് അല്ലെ, ആഴത്തിലും തൂക്കത്തിലും പറയണമെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ കഥ അദ്ദേഹത്തിന് ശരിയായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹിയർ വാസ് സംതിങ് അറ്റ് വർക്ക് ഇൻ എ ഹ്യൂമൻ ഹെഡ് വിച്ച് ഹാഡ് ഡൺ ദ ഇമ്പോസിബിൾ. അതായത് മനുഷ്യരല്ല, ദൈവമല്ല, മനുഷ്യ ഹൃദയങ്ങൾ എന്തൊക്കെയോ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു. മൈ ഐഡിയാസ് അബൌട്ട് മിറാക്കിൾസ് വെർ ഡ്രാസ്റ്റിക്കലി റിവൈസ്ഡ് റൈറ്റ് ദെൻ. അപ്പൊ അതിനു മുമ്പ് മറ്റ് ക്രിസ്തുവിന്റെ അനുയായികളെ കുറിച്ചൊക്കെ ഉണ്ടായിരുന്ന ചിന്തകളിലേക്ക് പതുക്കെ നല്ല ചിന്തകൾ വരാൻ തുടങ്ങി. ആ പഴയ ചിന്തകളൊക്കെ പൂപ്പൽ പിടിച്ചു തുടങ്ങി. പിന്നെ നെവർ മൈൻഡ് ദ മസ്റ്റ് പാസ്റ്റ്, അതായത് അത്തരം പഴയ കാലങ്ങളെ ഓർക്കേണ്ടതില്ല. ഹിയർ സാറ്റ് എ മിറാക്കിൾ ഡയറക്ട്ലി അക്രോസ് ദ കിച്ചൺ ടേബിൾ ഹി ഷൗട്ടഡ് ഗ്രേറ്റ് ടൈഡിങ്സ്. അപ്പൊ അതൊരു എബിയുടെ പവറാണ് അവിടെ കാണിക്കുന്നത്. എബി താച്ചർ എന്ന് പറയുന്ന ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ എല്ലാ പടികളും സ്വീകരിച്ചതിന് ശേഷം അവിടെ വന്നിരുന്ന ആളുടെ പവറാണ് അവിടെ പറയുക. അപ്പൊ അടുത്തവര് വായിക്കാവോ? ഒരു ആന്തരികമായ പുനഃസംഘടനയ്ക്ക് വിധേയമായവനേക്കാൾ കൂടുതലായിരുന്നു എൻ്റെ സ്നേഹിതനെന്ന് ഞാൻ കണ്ടു. അവൻ വ്യത്യസ്തമായ ഒരു തലത്തിലായിരുന്നു. അവന്റെ വേരുകൾ പുതിയൊരു മണൽ കണ്ടറിഞ്ഞിട്ടുണ്ടായിരുന്നു. ജീവിക്കുന്ന ദൃഷ്ടാന്തമായി തൻ്റെ സ്നേഹിതനെവിടെ ഉണ്ടായിരുന്നിട്ടുകൂടി എൻ്റെ പഴയ അടിസ്ഥാനരഹിതമായ മുൻവിധിയുടെ അവശിഷ്ടം എന്നിൽ അവശേഷിച്ചിട്ടുണ്ടായിരുന്നു. ദൈവം എന്ന പദം അപ്പോഴും ഒരു വെറുപ്പുയർത്തിയിരുന്നു. എനിക്ക് വ്യക്തിപരമായ ഒരു ദൈവമുണ്ടായിരിക്കാം എന്ന ചിന്ത പ്രകാശിക്കപ്പെട്ടപ്പോൾ ഈ വികാരം ശക്തമാക്കപ്പെട്ടു. ആ ആശയം ഞാൻ ഇഷ്ടപ്പെട്ടില്ല. സ്വർഗചേതന, പ്രാപഞ്ചിക മനസ്സ് അല്ലെങ്കിൽ ശക്തി എന്നീ ധാരണകൾ ഞാൻ അംഗീകരിക്കാമെങ്കിലും അവൻ എത്ര സ്നേഹസമ്പന്നനായിരുന്നാലും സ്വർഗത്തിന്റെ അധിപൻ എന്ന ചിന്തയെ ഞാൻ ചെറുത്തുനിന്നു. പിന്നീട് പലപ്പോഴും ഇതേ രീതിയിൽ ചിന്തിക്കുന്ന നിരവധി പേരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒരു നൂതനാശയം എന്ന് അപ്പോൾ കാണപ്പെട്ട ഒരു കാര്യം എൻ്റെ സ്നേഹിതൻ നിർദ്ദേശിച്ചു. നിന്റെ തന്നെ ധാരണയിലുള്ള ദൈവത്തെ എന്തുകൊണ്ട് നിനക്ക് തിരഞ്ഞെടുത്തുകൂടാ? ആ പ്രസ്താവന എന്നെ കാര്യമായി സ്പർശിച്ചു. ഏതു ഭൗതികമായ മഞ്ഞുമലയുടെ തണലിലാണോ വർഷങ്ങളായി ഞാൻ ജീവിക്കുകയും വിറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിനെ ആ പ്രസ്താവന ഉരുക്കിക്കളഞ്ഞു. അവസാനം ഞാൻ സൂര്യപ്രകാശത്തിൽ എത്തിനിന്നു.
എന്നേക്കാളും മഹത്തനായ ഓക്കെ. ഒരു ശക്തിയിൽ അപ്പോ ഒരു ആന്തരികമായ പുനഃസംഘടനയ്ക്ക് വിധേയനായ ഒരാള്. I saw that my friend was much more than inwardly റീഓർഗനൈസ്ഡ്. റീഓർഗനൈസ്ഡ് എന്ന് വെച്ചാൽ പഴയ ഒരാളെ ആയിരുന്നില്ല. ഹി വാസ് ഓൺ എ ഡിഫറെന്റ് ഫ്യൂട്ടിംഗ്. അദ്ദേഹത്തിൽ വളരെ വ്യത്യസ്തമായി കണ്ടു. ഹിസ് റൂട്ട്സ് ഗ്രാസ്പ്ഡ് എ ന്യൂ സോയിൽ. അതായത് നമുക്കറിയാം, നലച്ചെടികളുടെയൊക്കെ മണ്ണ് മാറ്റിയിട്ട് പുതിയ മണ്ണ് ഇടുന്ന ഇതിനാണ് ഗ്രാസ്പ്ഡ് എ ന്യൂ സോയിൽ. അപ്പോ എബി അവിടെ 2 മാസത്തെ ഒരു ലിവിങ് സോബറാണ്, അതായത് ലിവിങ് പ്രൂഫാണ്. അതായത് ഞാൻ ഇത് കിട്ടി, എനിക്ക് പുനഃസംഘടനയ്ക്ക് വിധേയനായ ഒരാളാണ്. പുതിയ വേരുകള് പുതിയ മണ്ണിലാണ് ഉണ്ടായത്. അപ്പൊ പഴയ ഓൾഡ് പ്രെജുഡീസ്, അദ്ദേഹത്തെ കുറിച്ചുള്ള പഴയ ബിൽ ഡബ്ല്യുവിന്റെ എല്ലാ ധാരണകളെയും മാറ്റിക്കളഞ്ഞിരിക്കുന്നു. പിന്നെ അദ്ദേഹം പറയുന്നത്, I could go for such conception as creative intelligence, universal mind, spirit of nature, but I resisted the thought of a Caesar of the heavens. However loving his way might be, I have since talked with scores of men who felt the same way. അപ്പം ഈ പറയുന്ന നമ്മുടെ 2-ാം പടിയില് നമ്മൾ പവർഫുൾ, അതായത് നമ്മളെക്കാൾ വലിയൊരു ശക്തിയെ പറ്റി പറയുമ്പോൾ ചിലര് യൂണിവേഴ്സൽ മൈൻഡിനെ പറ്റി പറയുന്നുണ്ട്, സ്പിരിറ്റ് ഓഫ് നേച്ചറിനെ പറ്റി, പ്രകൃതിയുടെ ആത്മീയതയെ പറ്റി, അല്ലെങ്കിൽ പ്രകൃതിയെ നമ്മളൊരു ഹയർ പവർ ആയിട്ട് കാണുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അതിനെപ്പറ്റിയാണ് അവർ പറയുന്നത്. യൂണിവേഴ്സൽ മൈൻഡ് ഓർ സ്പിരിറ്റ് ഓഫ് നേച്ചർ റെസിസ്റ്റഡ് ദ തോട്ട് ഓഫ് എ മറ്റുള്ള ഹെവൻസിനെ, അതായത് ഈ ഇമാജിനറി ആയിട്ടുള്ള സ്വർഗത്തെ കുറിച്ചുള്ള അദ്ദേഹം റെസിസ്റ്റ് ചെയ്തു. ഹൗവർ ലവിങ് ഹിസ് വേ so that might be, I have since talked with the scores of men who felt that same way. അപ്പോ മൈ ഫ്രണ്ട് സജസ്റ്റഡ്. അപ്പൊ നമുക്ക് പല ചിന്തകളുണ്ട് അല്ലെ, ഈ സ്വർഗത്തെ കുറിച്ചുള്ള ചിന്തകളുണ്ട്, മറ്റേ യൂണിവേഴ്സൽ മൈൻഡ് ഉണ്ട്, സ്പിരിറ്റ് ഓഫ് നേച്ചർ ഉണ്ട്, ഹയർ പവറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോഴാണ് ഫ്രണ്ട് ചോദിക്കുന്നത്, വൈ ഡോണ്ട് യു ചൂസ് യുവർ ഓൺ കൺസെപ്ഷൻ ഓഫ് ഗോഡ്? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ദൈവം ഉണ്ടായിരിക്കാം, ദൈവം ഇല്ലായിരിക്കും, ദൈവം എന്ന പദം പലപ്പോഴും വെറുപ്പ് ഉയർത്തിയിട്ടുണ്ടാകാം. വ്യക്തിപരമായിട്ട് നമുക്കൊരു ദൈവം ഉണ്ടാകാം. സ്വർഗചേതന അല്ലെങ്കിൽ സർഗചേതന, പ്രാപഞ്ചിക മനസ്സ് അല്ലെങ്കിൽ ശക്തി എന്നിങ്ങനെ ധാരണകൾ ഉണ്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ സ്വർഗത്തിന്റെ അധിപനായ ഒരു ദൈവത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകാം. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇതൊക്കെ പല ആളുകളും നമ്മളോട് സംസാരിക്കുന്നതാണ്. പക്ഷെ ബിൽ ഡബ്ല്യു എബി താച്ചർ കൊടുത്ത ഒരു നൂതനാശയം, നിന്റെ തന്നെ ധാരണയിലുള്ള ദൈവത്തെ എന്തുകൊണ്ട് നിനക്ക് തെരഞ്ഞെടുത്തുകൂടാ? ഇവിടെയാണ് യഥാർത്ഥത്തിൽ സ്റ്റെപ്പ് 2ലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നത്. ആ പ്രസ്താവന എന്നെ കാര്യമായി സ്പർശിച്ചു. ഏത് ഭൗതികമായ മഞ്ഞുമലയുടെ തണലിലാണ് വർഷങ്ങളായി ഞാൻ ജീവിക്കുകയും വരയ്ക്കുകയും ചെയ്തിട്ടുള്ളതായിരുന്നത്, അതിനെ ആ പ്രസ്താവന ഉരുക്കി കളഞ്ഞു. അവസാനം ഞാൻ സൂര്യപ്രകാശത്തിൽ എത്തി നിന്നു. അപ്പൊ മറ്റുള്ള എല്ലാ ധാരണകളെയും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉരുക്കി കളയുകയും അദ്ദേഹം ഒരു സൂര്യപ്രകാശത്തിൽ, വെളിച്ചത്തിലേക്ക് കടന്നു. എന്നെക്കാളും മഹത്തായ ശക്തിയിൽ വിശ്വസിക്കുന്നതിൽ ആഗ്രഹം ഉണ്ടായിരിക്കുന്ന കാര്യം മാത്രമായിരുന്നു അത്. എന്റെ തുടക്കത്തിന് മറ്റൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. വളർച്ച ബിന്ദുവിൽ നിന്ന് ആരംഭിക്കാൻ കഴിഞ്ഞുവെന്ന് ഞാൻ മനസ്സിലാക്കി. പരിപൂർണമായ ആഗ്രഹത്തിന്റെ അടിത്തറയിന്മേൽ എന്റെ സ്നേഹത്തിൽ കണ്ടതുപോലെ എനിക്ക് പണിതുയർത്താൻ കഴിഞ്ഞേക്കും. അതെനിക്ക് ഉണ്ടാകുമോ? തീർച്ചയായും ഉണ്ടാകും. അപ്പോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഹിറ്റ് മീ ഹാർഡ്. അദ്ദേഹത്തിന് ഒലച്ചു കളഞ്ഞു. ഇറ്റ് വാസ് ഓൺലി എ മാറ്റർ ഓഫ് ബീങ് വില്ലിംഗ് ടു ബിലീവ് ഇൻ എ പവർ ഗ്രേറ്റർ ദാൻ. അതായത് ഒരു ശക്തിയിൽ വിശ്വസിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നത്തിങ് മോർ വാസ് റിക്വയർഡ് ടു മീ ഫോർ മേക്ക് മൈ ബിഗിനിങ്. അപ്പൊ അത് തുടങ്ങാനായിട്ട് വേറെ ഒന്നും റിക്വയർഡ് ആയിട്ടില്ല, വേറെ ഒന്നും ആവശ്യമായിട്ടില്ല. അത് നമുക്ക് കിട്ടുമോ? കിട്ടും. അപ്പോ 2-ാം പടിയില് thus I was convinced that God is concerned with us women when we want him enough. അപ്പം എനിക്ക് അതായത് നമ്മളെ ആവശ്യമുണ്ട്, അത് മാത്രമായിരുന്നു. when we want him enough, at long last I saw, I felt, I believed, scabbles of pride and prejudice fell from my eyes, a new world come into view. അപ്പൊ ഒരു പുതിയ ലോകത്തേക്ക് അദ്ദേഹത്തെ വേണ്ടുവോളം ആവശ്യമുള്ളപ്പോൾ മനുഷ്യരായ നമ്മുടെ കാര്യത്തിൽ ദൈവം താല്പര്യമുള്ള ആളാണ്. അങ്ങനെയാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. വളരെ കാലം കൊണ്ടാണെങ്കിലും ഒടുവിൽ ഞാൻ കണ്ടു, ഞാൻ അനുഭവിച്ചു, ഞാൻ വിശ്വസിച്ചു. അഹങ്കാരത്തിന്റെ അടിസ്ഥാനമില്ലാത്ത മുൻവിധികളുടെയും പാടകൾ എന്റെ കണ്ണിൽ നിന്ന് നീങ്ങി ഒരു പുതിയ ലോകം കാഴ്ചപ്പാടിലെത്തി. അപ്പൊ പഴയ ചിന്തകളെ മാറ്റിവെച്ചു. കണ്ണിന് മൂടപ്പെട്ട പഴയ പല ആശയങ്ങളെ ഞാൻ മാറ്റിവെച്ചു. എന്റെ തന്നെ സങ്കല്പത്തിലുള്ള ഒരു വലിയ ശക്തിയിലേക്ക് എനിക്ക് വിശ്വസിക്കേണ്ടി വന്നു.
ആ പ്രൈഡും പ്രജുഡീസും ഒക്കെ എന്നിൽ നിന്ന് മാറിപ്പോയി എന്നുള്ള ഭാഗമാണ് ആ ഭാഗത്ത് പറയുക. അപ്പോ പല ആളുകളും മറ്റു ആളുകൾ പറയുന്ന മനുഷ്യരായ നമ്മുടെ കാര്യത്തിൽ ദൈവം താല്പര്യമുള്ളയാണെന്ന് അങ്ങനെയാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. അപ്പൊ അടുത്ത വായിക്കാവോ? ഒരു ആരാധനാലയത്തിൽ ഒരു ആരാധനാലയത്തിൽ ചെന്നുള്ള അനുഭവത്തിന്റെ പ്രാധാന്യം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഉണർന്നു. കുറഞ്ഞൊരു സമയത്തേക്ക് എനിക്ക് ദൈവത്തെ ആവശ്യമാണെന്നും വേണമെന്നും തോന്നി. അദ്ദേഹം എന്നോടൊത്തുണ്ടാകണമെന്ന വിനീതമായ ആഗ്രഹം എന്നിലുണ്ടായിരുന്നു. അദ്ദേഹം വന്നു. പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ സാന്നിധ്യബോധം മുഖ്യമായും എന്നിൽ തന്നെയുള്ള ലൗകികങ്ങളായ മുറിവുകളാൽ ഒപ്പിയെടുത്തു മാറ്റപ്പെട്ടു. എന്നും അതങ്ങനെയായിരുന്നു. ഞാൻ അത്രയ്ക്ക് അന്ധനായിരുന്നു. ആശുപത്രിയിൽ അവസാനമായി ഞാൻ മദ്യത്തിൽ നിന്ന് വേർപെടുത്തപ്പെട്ടവനാകപ്പെട്ടു. ചികിത്സിക്കുന്നതാണ് ബുദ്ധിയെന്ന് തോന്നി. കാരണം ഞാൻ മദ്യപാനം കൊണ്ടുണ്ടാകുന്ന മതവിഭ്രമങ്ങൾ കാണിച്ചു തുടങ്ങിയിരുന്നു. ഓക്കെ, അവിടെ ഒരു ആരാധനാലയത്തിൽ ചെന്നുള്ള അനുഭവം, അതായത് cathedral burst upon me. For a brief moment I had needed and wanted God. അപ്പോ കുറഞ്ഞൊരു സമയത്ത് എനിക്ക് ദൈവത്തെ ആവശ്യമാണെന്ന് വേണമെന്നും തോന്നി. അപ്പൊ ബിൽഡബ്ല്യൂനോട് എബി താച്ചർ മണിക്കൂറുകളോളം സംസാരിച്ചതിന് ശേഷം എനിക്ക് ദൈവത്തെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ഹയർ പവറിനെ ആവശ്യമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം എന്നോടൊത്തുണ്ടാകണമെന്ന് വിനീതമായ ആഗ്രഹം എന്നിലുണ്ടായിരുന്നു. അദ്ദേഹം വന്നു. പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ സാന്നിധ്യബോധ്യം മുഖ്യമായ എന്നിൽ തന്നെയുള്ള ലൗകികങ്ങളായ മുറവിളികളാൽ ഒപ്പിയെടുത്ത് മാറ്റപ്പെട്ടു. അതങ്ങനെയായിരുന്നു. ഞാൻ അത്രയ്ക്ക് അന്ധനായിരുന്നു. അതായത് മറ്റുള്ള ആഗ്രഹങ്ങൾ മൂലം ഈ ഒരു ആഗ്രഹം, ദൈവം വേണമെന്നുള്ള ആഗ്രഹം വറ്റിപ്പോയി. അപ്പോ അടുത്തത് പറയുന്നത് 1934 ഡിസംബറില് അദ്ദേഹത്തിന്റെ അവസാന ചികിത്സയ്ക്കായി, അതായത് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുവാണ്. നമുക്കറിയാം, സാംഷമാക്കർ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ വെച്ചിട്ട് പ്രസംഗത്തില് പറയുന്നുണ്ട്, മദ്യാസക്തി ഒരു ക്യാൻസർ രോഗത്തോട് ഉപമിച്ച് സംസാരിക്കുന്നത്. ക്യാൻസർ രോഗികളോട് കിട്ടുന്ന ഒരു അനുകമ്പ മദ്യാസക്തിന് കിട്ടുന്നില്ല. അല്ലെങ്കിൽ മദ്യാസക്തിയുടെ ആ വലിയ മോശം കാര്യങ്ങളൊക്കെ ഇയാൾ കേൾക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് വീണ്ടും ചികിത്സയ്ക്ക് പോകണമെന്ന് ആവശ്യപ്പെടുന്നത്. അപ്പൊ ഫൈനലി അഡ്മിറ്റഡ് ഡിസംബർ 1934. അങ്ങനെയാണ് ടൗൺസ് ഹോസ്പിറ്റലിൽ വീണ്ടും ചികിത്സിക്കുന്നതാണ് ബുദ്ധി. അറ്റ് ദ ഹോസ്പിറ്റൽ ഐ വാസ് സെപ്പറേറ്റഡ് ഫ്രം ആൽക്കഹോൾ ഫോർ ദ ലാസ്റ്റ് ടൈം. ട്രീറ്റ്മെന്റ് സീംഡ് വൈസ് ഫോർ ഐ ഷോവ്ഡ് സയൻസ് ഓഫ് ഡെലിറിയം ട്രിമൻസ്. അപ്പൊ DTs ഉണ്ടാവുന്നുണ്ട്, ഡെലിറിയം ട്രിമൻസ് അവിടെ നിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അവിടുത്തെ ചികിത്സ കൊണ്ട് അതിൽ നിന്നെല്ലാം മോചിതനായി മുന്നോട്ട് പോകാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അടുത്ത ഒരു വരി കൂടി വായിക്കാം. അവിടെ വിനീതനായി എന്നെ തന്നെ ഞാനെന്ന് മനസ്സിലാക്കിയ വിധത്തിലുള്ള ദൈവത്തിന് സമർപ്പിച്ചു. എന്നെ ഇഷ്ടം പോലെ എന്തും ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിനും മാർഗനിർദ്ദേശത്തിനുമായി ഞാൻ എന്നെ സ്വയം യാതൊരുവിധ ഉപാധികളും കൂടാതെ സമർപ്പിച്ചു. അദ്ദേഹമില്ലെങ്കിൽ എനിക്കെല്ലാം തുലയുമെന്നും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്നുമല്ലെന്നും ആദ്യമായി സ്വയം സമ്മതിച്ചു. ഒട്ടും ദാക്ഷിണ്യം കൂടാതെ ഞാൻ എൻ്റെ തെറ്റുകളെ അഭിമുഖീകരിക്കുകയും പുതുതായി കണ്ടെത്തിയ ദൈവം എന്നെ എൻ്റെ കൂട്ടുകാരൻ അവയൊക്കെ കൊമ്പും ചില്ലയും വേരുമടക്കം എന്നിൽ നിന്നും പിഴുതെടുക്കുന്നതിനും ഞാൻ ആഗ്രഹമുള്ളവനായി. അതിനുശേഷം ഞാൻ കുടിച്ചിട്ടേയില്ല. ഓക്കെ, അപ്പോ ആ ഒരു പാരഗ്രാഫ്, there I humbly offered myself to God. സ്റ്റെപ്പ് 3 അല്ലെ? നമ്മുടെ ഇച്ഛയും ജീവിതവും നമ്മൾ മനസ്സിലാക്കുന്ന ദൈവത്തിലേക്ക് തിരിച്ചുവിട്ടു. there I humbly offered myself to God as I then understood him. അപ്പൊ അവിടെ അത് ബിൽഡബ്ല്യൂ ചെയ്ത 3rd സ്റ്റെപ്പാണ്. എന്നെ ഇഷ്ടം പോലെ എന്തും ചെയ്യുന്നതിനോട് അദ്ദേഹത്തിന്റെ സംരക്ഷണ മാർഗദർശനം ഞാൻ എന്നെ സ്വയം യാതൊരുവിധ ഉപാധികളും കൂടാതെ സമർപ്പിച്ചു. സ്റ്റെപ്പ് 3 അവിടെയാണ്. സ്റ്റെപ്പ് 3 ബിൽഡബ്ല്യൂ ചെയ്ത സ്റ്റെപ്പ് 3 എവിടെയെന്ന് ചോദിച്ചാൽ ഇതാണ് സ്റ്റെപ്പ് 3. അദ്ദേഹം ഇല്ലെങ്കിൽ എനിക്കെല്ലാം തൊലയുമെന്നും അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഞാൻ ഒന്നുമല്ലെന്ന് ആദ്യമായി സ്വയം സമ്മതിച്ചു. അവിടെ വരെ സ്റ്റെപ്പ് 3 ആണ്. അടുത്തതാണ്, ഒട്ടും ദാക്ഷിണ്യം കൂടാതെ ഞാൻ എൻ്റെ തെറ്റുകൾ അഭിമുഖീകരിക്കുകയും പുതിയതായി കണ്ടെത്തിയ ദൈവം എന്ന എൻ്റെ കൂട്ടുകാരൻ അവയ്ക്ക് കൊമ്പും ചില്ലയും വരുമെടുക്കുവാനും പ്രീതെടുക്കാൻ ഞാൻ ആഗ്രഹമുള്ളവരായി അതിനുശേഷം ഞാൻ കുടിച്ചിട്ടേയില്ല. സ്റ്റെപ്പ് 4, അതായത് there I humbly offered myself to God as I then understood him to do with me as he would. I place myself unreservedly under his care and direction. I admitted for the first time that of myself
അപ്പൊ അവിടെ ഹിസ് കെയർ ആൻഡ് ഡയറക്ഷൻ അവിടം വരെ സ്റ്റെപ്പ് 3 ആണ്. അത് കഴിഞ്ഞിട്ട് ഐ അഡ്മിറ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ദാറ്റ് മൈസെൽഫ് ഐ വാസ് നത്തിങ്. അപ്പോൾ സ്റ്റെപ്പ് 4 അവിടെ അഡ്മിറ്റ് ചെയ്യുന്നു. ദാറ്റ് വിത്തൗട്ട് ഹിം ഐ ലോസ് ഐ റൂത്ത്ലെസ്ലി ഫേസ്ഡ് മൈ സിൻസ്. അപ്പൊ അവിടെ സ്റ്റെപ്പ് 4 ആണ്. അതായത് എന്റെ പാപങ്ങളെല്ലാം ഞാൻ ഏറ്റുപറഞ്ഞു. ആൻഡ് ബിക്കെയിം വില്ലിംഗ് ടു ഹാവ് മൈ ന്യൂ ഫൗണ്ട് ഫ്രണ്ട് ടേക്ക് ദം അവേ. അപ്പൊ ന്യൂ ഫൗണ്ട് ഫ്രണ്ട്, എഫ് ഇവിടെ വലിയ അക്ഷരം കൊടുത്താണ്. ഫ്രണ്ട് ദൈവത്തെ കുറിച്ച് പറയാനാണ് ഫ്രണ്ട് എന്ന് കൊടുത്താണ്. അപ്പൊ പുതിയ കൂട്ടുകാരൻ എന്റെ കൊമ്പും ചില്ലയും, അതായത് എന്റെ ദൈവം എന്ന എന്റെ കൂട്ടുകാരെന്നും മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. അവയൊക്കെ കൊമ്പും ചില്ലയും വേരും എടുക്കും എന്നെ പിഴുതെടുക്കാൻ ഞാൻ ആഗ്രഹമുണ്ട്. അതിനുശേഷം ഞാൻ കുടിച്ചിട്ടേ ഇല്ല. ഐ ഹാവ് നോട്ട് ഹാഡ് എ ഡ്രിങ്ക് സിൻസ്. ഇപ്പൊ സ്റ്റെപ്പ് 6, 7 ആണ് റൂട്ട് ആൻഡ് ബ്രാഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ 6ലും 7ലും പറയുന്ന സ്റ്റെപ്പിൽ പറയുന്ന എന്റെ ഷോർട്ട് കമ്മിങ്സിനെ മാറ്റാൻ ഞാൻ തയ്യാറായി. 7ല് പൂർണ്ണമായിട്ടും ദൈവത്തോട് അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന അത് അറിഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കാം. ബാക്കി ഭാഗം അടുത്ത ശനിയാഴ്ച നമുക്ക് സംസാരിക്കാം. ഓക്കെ.